ഹലോ എവരി വൺ. നമ്മളടുത്ത എക്സാം ഇനി 3ാം സെമസ്റ്റർ മെക്കാനിക്കലിലേക്ക് വരാനുള്ളത് മെഷീൻ ഡ്രോയിങ് ആണ്. സബ്ജക്റ്റ് കോഡ് 3025. അപ്പോൾ അതിൻ്റെ ഒരു ഷുവർ പാസ് വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമുക്ക് എങ്ങനെയൊക്കെയാണ് പാസ് മാർക്കും അതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു മാർക്കും ഈ വീഡിയോ കാണുന്നത് കൂടി എങ്ങനെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറല്ല ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഓരോ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ഭാഗം എന്ത് പഠിച്ചാലാണ് നിങ്ങൾ പാസ്സാവുക എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഇതേപോലെ വരച്ച് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും വരച്ചിട്ട് എക്സാമുകൾ കെയർ ആവും കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് വരച്ചിട്ടുണ്ടാവും. അതേപോലെ സപ്ലി എക്സാം എഴുതുന്നവരുണ്ടാവും, അവർക്കൊന്നും ഒരു പരിചയം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, വരച്ച് നോക്കിയിട്ട് കയറാൻ പാടുള്ളൂ എക്സാമിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ആദ്യം വരേണ്ടതെന്ന് വെച്ചാൽ മൊഡ്യൂള് 1. ഞാൻ ആദ്യം ഇതിൻ്റെ മാർക്കൊന്ന് പറയാം. മൊഡ്യൂൾ 1 നിന്ന് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് മൊഡ്യൂൾ 1 നിന്ന് ചോദിക്കാറ്. ഓക്കെ, 15 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓർക്കസ്റ്റിനായിട്ട്. അതിൽ ഒരെണ്ണം റിവെറ്റഡ് ജോയിൻ്റ് പറഞ്ഞ ഭാഗത്തു നിന്നാണ്. ബാക്കിയുള്ളത് ഒരു ഭാഗം വരിക ഹെക്സഗണൽ നട്ട് ബോൾട്ട്, അതേപോലെ സ്ക്വയർ നട്ട് ബോൾട്ട്. ഓക്കെ, അതിൽ വാഷർ വരുന്നത്, വാഷർ ഇല്ലാതെ നെറ്റ് മാത്രം ബോൾട്ട് മാത്രം, അങ്ങനെ പല വിധത്തിൽ വരാം. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നില്ല. അതിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്ന റിവെറ്റഡ് ജോയിൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിവെറ്റഡ് ജോയിൻറ്റിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ആദ്യം അറിയേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡി ഈക്വൽ ടു 6√t എന്ന് പറഞ്ഞ ഈ ഒരു ഇക്വേഷനാണ്. ഇതിനാണ് അൺമീൻസ് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ അറിയാതെ നമുക്ക് റിവെറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കില്ല. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക, നമ്മളുടെ റിവെറ്റ് അടിക്കുന്ന പ്ലേറ്റിൻ്റെ തിക്നെസ് ആയിരിക്കും തരിക. ഓക്കെ, അപ്പോൾ ആ തിക്നെസ് എത്രയാണ്, ഇപ്പോൾ ഒരു 10 mm തിക്നെസ് ഉള്ള പ്ലേറ്റാണ് തരുന്നത് എങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡി കണ്ടുപിടിക്കണം. ഡി വെച്ചിട്ടാണ് പിന്നീട് ബാക്കി എല്ലാ ഡയമെൻഷൻസും എടുക്കുക. അപ്പോൾ 6√10. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വില കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഈ ഡി വെച്ചിട്ട് വേണം പിന്നെ എന്താ 1.5D 3D അതേപോലെ 2D + 6 അങ്ങനെ അളവുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഡീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡി കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺമീൻസ് ഇക്വേഷന് 6√t എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തിക്നെസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡി ആദ്യം കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ഡി കിട്ടിക്കഴിഞ്ഞാൽ ഡി എടുക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. അതായത് നമുക്ക് 6, 8 സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. 10 ഇതുണ്ട് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ് വാല്യൂസേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ 20, 22, 24 ഈ റേഞ്ചിലൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യനിൽ വരാറ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ അധികം ഈ വാല്യൂ ഒന്നും വെച്ചിട്ടുള്ളത് അധികം വരാറില്ല. അപ്പോൾ ഈ വാല്യൂ ഇങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ 6, 8, 10 നമുക്കറിയാം ഈവൻ നമ്പേഴ്സാണ് വരുന്നത്. 12, 14, 16 അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 21.3 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡി കണ്ടപ്പോൾ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇവിടെ 21 പോയിൻ്റ് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് 21 എടുക്കാൻ നമുക്ക് പറ്റില്ല. അതിന് തൊട്ടപ്പുറത്തുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ 22 ആണ്, അത് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 19 പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 20 ആണ്, അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം വാല്യൂ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ബോക്സിനെ കുറിച്ച് എന്ത് ചെയ്യണം, ഈ സ്റ്റാൻഡേർഡ് വാല്യൂവിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഈ ഇത് ഇവിടുന്ന് വെച്ച് 6 എന്നാണ് തുടങ്ങുന്നത്, അടിക്ക് ഇത്ര ഒന്നും അധികം ഇങ്ങോട്ട് വരില്ല. പ്രധാനമായിട്ട് ഈ ഒരു 18, 20, 22, 24 ഈ റേഞ്ചിലുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പൊതുവേ വരാറ് കേട്ടോ. അപ്പോൾ 18 എടുക്കണം, അല്ലെങ്കിൽ 20 എടുക്കണം, അല്ലെങ്കിൽ 21 വരണമെങ്കിൽ 22 ചൂസ് ചെയ്യാവും, 21 എടുക്കരുത്. ഇനി 23 അല്ലെങ്കിൽ 22 പോയിൻ്റ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ അപ്പുറത്തുള്ള 24 എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ കാര്യം ഒന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി എല്ലാം നമ്മൾ ഡി വെച്ചിട്ടാണ് ബാക്കി ഡയമെൻഷൻസൊക്കെ എടുക്കുക. അപ്പോൾ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്, ഇതിന് മുന്നത്തെ 2 എക്സാമിനൊക്കെ ചോദിച്ചത് എന്തായിരുന്നു, നമ്മൾ ഓരോ ടൈപ്പ് റിവെറ്റ് അടിക്കുന്നത് അത് വരയ്ക്കാൻ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചത് ഈ 4 ഹെഡുകൾ, നമ്മൾ റിവെറ്റിൻ്റെ ഹെഡുകളുണ്ട്, അത് പലതരം ഹെഡുകളുണ്ട്. അപ്പോൾ സിലബസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 4 ഇതാണ്. അപ്പോൾ ഈ 4 വരയ്ക്കാനാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കറക്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. സ്നാപ്പ് ഹെഡ് ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്നാപ്പ് ഹെഡ്. അപ്പോൾ ഈ സ്നാപ്പ് ഹെഡിൻ്റെ ഇതെങ്ങനെ വരയ്ക്കുക വെച്ചാൽ, ആദ്യം നമ്മൾ സെൻറ്റർ ലൈൻ വരക്കും. അപ്പോൾ ഇത് വരയ്ക്കാനാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു അളവിൽ ഇത് വരച്ചിട്ട് അവിടെ അളവ് എഴുതി വെച്ചാൽ മതി.
നാലിൻ്റെ ഷേപ്പ് മാത്രമേ അന്ന് കൃത്യമായിട്ട് വരക്കേണ്ടതുള്ളായിരുന്നു. ഇനി തിക്നെസ് ആണ് തരുന്നതെങ്കിൽ അതുപയോഗിച്ചിട്ട് ഡി കണ്ടുപിടിക്കും ഓരോന്നിനും. എന്നിട്ട് സെൻട്രൽ ലൈനിൽ നിന്ന് ഈ അളവുകളൊന്ന് ഓർത്ത് വെക്കണം. സ്നാപ്പഡിൻ്റെ പ്രത്യേകിച്ച് ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് വരക്കുക. ഇത് 1.6 ഡി, സെൻട്രൽ ലൈനിൽ നിന്ന് ഈ ഇവിടെ മുതൽ ഇതുവരെ ഉള്ളത് 1.6 ഡി. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാൻ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ സെൻട്രൽ ലൈൻ വരക്കും, എന്നിട്ട് ഇത് ടോട്ടൽ ഇവിടെ മുതൽ ഇവിടെ വരെ 1.6 ഡി. ഇപ്പോൾ ഡി എന്നുള്ളത് എന്താണ്, ഒരു 20 ആണെങ്കിൽ 1.6 ഇൻറ്റു 20, അപ്പോൾ എന്താണ് നമുക്ക് 32 mm എന്ന് കിട്ടും. അപ്പോൾ പകുതി എടുക്കും. പിന്നെ മുകളിലൊക്കെ എന്ത് ചെയ്യും, 0.70 കണ്ടോ, 0.70 എടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഭാഗത്തോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും ഒരു ട്രയാങ്കിൾ വരക്കും. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുന്നത്, ബൈസെക്ടർ വരക്കും. ഈ ലൈനിൻ്റെ ബൈസെക്ടർ വരക്കും. ബൈസെക്ടർ എങ്ങനെ വരക്കുക, പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുക്കുക, രണ്ട് സൈഡിലും കുത്തുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കും, ഇവിടെ ഒരു ആർക്ക് വരക്കും. ഓക്കെ, എന്നിട്ട് ഇതിൽ സെൻട്രൽ ലൈൻ വരക്കുമ്പോൾ ഇത് ഈ സെൻട്രൽ ലൈനുമായിട്ട് ഇവിടെ അത് ഇപ്പുറത്തേക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇപ്പുറമൊന്ന് ഇങ്ങേ സൈഡ് കാണിക്കാം, ഏത് സൈഡൊക്കെ വേണമെങ്കിൽ വരക്കാം. സെൻട്രൽ ലൈനുമായി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോമ്പസ് കുത്തിയിട്ട് ഈ ആർക്ക് നമ്മളിങ്ങനെ വരക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ തിക്കാക്കും. ഇനി ഈ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇതാ ഡി ആണ്. ഡി എത്രയാണെന്ന് വെച്ചാൽ ഡി ഇപ്പോൾ നമുക്ക് 20 കിട്ടിയെങ്കിൽ ടോട്ടൽ 20, ഇങ്ങോട്ട് 10, ഇങ്ങോട്ടും 10. ഓക്കെ, ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, സ്നാപ്പിഡ് വരയ്ക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഓരോന്നിൻ്റെയും വരയ്ക്കുക. അപ്പോൾ നമുക്ക് സ്നാപ്പിഡാണ് നമ്മൾ പ്രോബ്ലങ്ങളിലൊക്കെ വരാറ്. ഇനി എന്താണ്, ഹെഡുകൾ പ്രത്യേകം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് ഓർമ്മ വരിക. ഇവിടെ എന്താണ് വീതി നോക്ക് നിങ്ങൾ, 1.6 ഡി തന്നെയാണ് വീതി വരുന്നത്. ഇങ്ങോട്ട് മുകളിലേക്ക് 0.7 ഡി, പിന്നെ ഇവിടെ ഒരു ഡി. ഓക്കെ, അതിങ്ങനെ ചേർത്ത് വരയ്ക്കുമ്പോൾ എന്തായി, ഇത് കിട്ടും. പിന്നെ അതേപോലെ ഇതിൻ്റെ വീതി എല്ലാത്തിലും ഡി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ എന്തായി, പാൻ ഹെഡായി. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ ഫ്ലാറ്റ് ഹെഡ് പറയുമ്പോൾ ഡിയിൽ എന്ത് ചെയ്യുന്നത്, ഇത് നമുക്ക് വരക്കാം. സെൻട്രൽ ലൈനിൽ നിന്ന് ഈ ഭാഗം നമുക്ക് ആദ്യം വരക്കാം. പിന്നെ ഇവിടെ നമുക്ക് 0.25 ഡി എത്രയാണോ കിട്ടിയത് അതിന് 0.25 കൊണ്ട് ഗുണിക്കുക. ആ കിട്ടുന്ന സംഖ്യ വെച്ചിട്ട് എന്തെങ്കിലും ഈ ഹൈറ്റ് നമുക്ക് റെക്റ്റാങ്കിൾ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുക, 2D ആണ് ഇതിൻ്റെ നീളം. ഓക്കെ, ഫ്ലാറ്റ് ഹെഡിൻ്റെ ചിത്രം ഓർമ്മ വേണം. സ്നാപ്പിഡാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. പക്ഷേ ഇത് പ്രത്യേകം ചിലപ്പോൾ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ വരക്കാൻ അറിയേണ്ടി വരും. പിന്നെ എന്താ ചെയ്യുക, 2D അറിയുമ്പോൾ അപ്പോൾ രണ്ട് ഭാഗത്ത് ഡി എത്രയാണ് അതിൻ്റെ ഡബിൾ എടുക്കുക, പകുതി ഇങ്ങോട്ടും എടുത്തിട്ട് ഈ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് കർവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചിത്രമായി. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് കൗണ്ടർ സങ്ക് ഹെഡ് 60 ഡിഗ്രി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക, ഡിയിൽ വരയ്ക്കുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, 60 ഡിഗ്രിയിൽ ഇത് ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിൽ വരില്ല, നമുക്കിത് പ്രത്യേകം എടുത്താണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് വരച്ചിട്ട് റഫായിട്ട് വരച്ചിട്ട് ഇവിടെ 60 മാർക്ക് ചെയ്യുക. ഇവിടെ 0.5 ഡി, അത് ഓർമ്മ വേണം. ഇവിടെ 0.25 ഡി ആണ്. ഇതിൻ്റെത് 1.5 ഡി. മറ്റേ ഫ്ലാറ്റിലാവുമ്പോൾ 2D, ഇതിൽ 1.5 ഡി. മറ്റേതെന്താണ്, ഇവിടെ മുകളിൽ ഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് എങ്ങനെയൊക്കെയാണ് അളവ് വരുന്നതെന്ന് എന്ത് ചെയ്യുക, ഒന്നളവ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒന്നെങ്കിൽ ഇതിന് പ്രാവശ്യം ചോദിക്കാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. അന്ന് നമ്മൾ റിവറ്റൊക്കെ കുറേ കുട്ടികൾ പഠിച്ചു, പക്ഷേ ഇത് എല്ലാം നോക്കി പോയില്ല. അതുകൊണ്ട് എന്തെങ്കിലും പല കുട്ടികൾക്ക് ഈ മാർക്ക് പോയി. അതുകൊണ്ട് എന്ത് വീണ്ടും ഇപ്രാവശ്യം പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ഈ 4 റിവറ്റുകളും ജസ്റ്റ് ഒന്ന് ഒരു റഫായിട്ടൊന്ന് വരച്ചിട്ടെങ്കിലും ഇതാക്കുക. ഒന്ന് നീറ്റായിട്ട് വരച്ചാൽ മതി. ഒരു ഡി കൃത്യമായിട്ട് എടുത്ത് വരക്കാനൊന്നും വരില്ല. ഇനി അങ്ങനെ വന്നാലും എന്ത് ചെയ്യാം, നമുക്ക് അളവിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം, ഡയമെൻഷൻ, എങ്കിൽ നമുക്കത് വരക്കാൻ പറ്റും. ഇനി നമുക്കിതിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ വർഷം മാത്രം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. സ്ഥിരമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജോയിൻറ്റുകൾ, ലാബ് ജോയിൻറ്റ്, ബഡ് ജോയിൻറ്റ് പറഞ്ഞിട്ട് 2 ജോയിൻറ്റുകളാണ്. അതിൽ തന്നെ ലാബ് ജോയിൻറ്റ് ഇപ്പോൾ നമുക്ക് സിംഗിൾ റിവറ്റഡ് ജോയിൻറ്റ് പറഞ്ഞാൽ ഒന്നുമില്ല, 2 പ്ലേറ്റുകൾ. ഇതിപ്പോൾ ഒരു പ്ലേറ്റ്, മറ്റേത് ഇതെന്ത് ചെയ്യുന്നത്, ഒരു പ്ലേറ്റ്, മറ്റേത് വേറൊരു പ്ലേറ്റ്. 2 പ്ലേറ്റുകൾ എന്താണ്, ഒരു വരി നേരെ റിവറ്റ് അടിച്ച് കണ്ടുള്ളതാണിത് സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ്. ലാബ് ജോയിൻറ്റ് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ മേലെ വേറെ പ്ലേറ്റ് നിൽക്കുന്നതിനാണ് ലാബ് ജോയിൻറ്റ് എന്ന് പറയുക. ഓക്കെ, ബഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട്, 2 പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്ട്രാപ്പ് വെക്കേണ്ടി വരും. ഒരു സ്ട്രാപ്പ് വെച്ചടിച്ചാൽ എന്ത് ചെയ്യും, ഇത് റിവറ്റ് അടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക, ബഡ് ജോയിൻറ്റ് പറയാം.
ഓക്കെ, അത് നമ്മൾ വരുന്നുണ്ട്. ഇത് ലാപ്പ് ജോയിൻറ്റ്. അപ്പോൾ ഇതാണ് സിംഗിൾ സ്ട്രാപ്പ് വരുന്നത്. ഇനി ഇതിലുള്ള ഈ ഡയമെൻഷൻസൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എം എന്ന് പറഞ്ഞാൽ 1.5D ആണ്. ഈ ഫിഗർ ചോദിക്കാൻ സാധ്യത കുറവാണ് കേട്ടോ, കാരണം അത് ഏറ്റവും എളുപ്പമുള്ള ഫിഗറാണ്, അപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയില്ല. ടി എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ തിക്നെസ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യണേ, ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഫിനിഷിങ് കൊടുക്കും 10 ഡിഗ്രിയിൽ. ആ ഫിനിഷിങ് എന്ത് ചെയ്യണം, ഒന്നിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ മുകളിലും മറ്റേ താഴത്തെ പ്ലേറ്റിൻ്റെ ഈ ഭാഗത്തുമാണ് നമ്മൾ ആ ഫിനിഷിങ് കൊടുക്കുക. പിന്നെ ഈ അപ്പുറത്തെ എൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ അത് എത്ര നമ്മൾ നീട്ടണമെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് താഴോട്ട് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, അതിൻ്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെയാണ് സാധാരണ വരുന്ന ക്വസ്റ്റ്യനെ പെട്ടാണ് വന്നത്. എന്താണ്, ഡ്രോ ടു സ്കെയിൽ 1:2. ഇത് 1:2 എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സ്കെയിൽ വരച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും, ഒരുപാട് വലിയ ഫിഗർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് 1:2 ആക്കാൻ പറഞ്ഞത്. അപ്പോൾ 1:2 പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സാധാരണ എടുക്കുമ്പോൾ എടുക്കുക, അളവുകളൊക്കെ എന്ത് ചെയ്യുക, നേരെ പകുതിയാക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവും അതേപോലെ ടോപ്പ് വ്യൂ വരക്കാനാണ് ചോദിക്കുന്നത്. പിന്നെ എന്താണ്, ചുരുങ്ങിയത് 3 എന്ത് ചെയ്യണം, 3 റിവറ്റെങ്കിലും കാണിക്കണം നമ്മൾ ഫിഗറിൽ എന്നാണ് പറഞ്ഞത്. അതായത് ടോപ്പ് വ്യൂവിൽ 3 റിവറ്റ് കാണിക്കണം. അവിടെ നോക്കാം, നമുക്ക് പ്ലേറ്റിൻ്റെ തിക്നെസ്സാണ് തരിക 20 mm എന്ന്. പ്ലേറ്റിൻ്റെ തിക്നെസ് 20 mm തന്നു. യൂസ് സ്നാപ്പ് ഹെഡ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല സ്നാപ്പ് ഹെഡ്, അതാണ് വരക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരച്ച് തുടങ്ങുക നോക്കാം. അപ്പോൾ ഇതിന് അളവുകൾ ജസ്റ്റ് നോക്കാം. നമ്മൾ ഇത് കൺവീൻസ് ഇക്വേഷൻ പ്രകാരം ഇവിടെ നമുക്ക് കിട്ടിയത് 26.83 ആണ്. അപ്പോൾ നമുക്കത് അറിയുന്നതാണ് 26.83 പറയുമ്പോൾ ഈ 24 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വില ഉള്ളത് 27 ആണ് കേട്ടോ, 27 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 27 ചൂസ് ചെയ്യണം. ഓക്കെ, സ്റ്റാൻഡേർഡ് വാല്യൂ നമ്മൾ നേരത്തോടെ കാണിച്ചില്ലേ ബോക്സിൽ കണ്ടോ, 24 കഴിഞ്ഞാൽ പിന്നെ 27 ഉള്ളത്, പിന്നെ ഉള്ളത് 30, പിന്നെ 33. ഓക്കെ, അപ്പോൾ 27 എടുത്തു. ഇനി നമുക്ക് എന്താണ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ 3D. അത് എവിടെയുള്ള അളവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടോപ്പ് വ്യൂ വരക്കുമ്പോൾ ഓരോ രണ്ട് വലിയ റിവറ്റുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 വലിയ റിവറ്റുകൾ കാണിച്ചപ്പോൾ ഇതിൻ്റെ സെൻറ്ററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് പി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് അത്രയും ഗ്യാപ്പിൽ വേണം വരക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി എം എന്ന് പറഞ്ഞ അളവുണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ 1.5D. എന്താണ്, ഇപ്പോൾ നമുക്ക് ഡി ഇവിടെ നിന്ന് കിട്ടിയല്ലോ, ഇനിയൊക്കെ ഡി വെച്ചിട്ടാണ് ചെയ്യുക. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ടി എന്ന് പറഞ്ഞ തിക്നെസ് എന്ന് പറഞ്ഞ ഡി കാണുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഡി വെച്ചാണ് ചെയ്യുക. പിന്നെ ടി എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പി നമുക്ക് 3D എന്ന് കിട്ടി, 81 കിട്ടി. എം 1.5D കാണുക. ഓക്കെ, എം 1.5D ഇതിൻ്റെ കാൽക്കുലേഷന് ഉണ്ടാവും. ഓക്കെ, കാൽക്കുലേഷന് കൊടുത്തിട്ടില്ല. അപ്പോൾ നോക്ക് നിങ്ങൾ, അപ്പോൾ അതിൻ്റെ 1.5 × 27 ചെയ്ത് കഴിഞ്ഞാൽ എം കിട്ടും. ഇനി ഇതെങ്ങനെ വരച്ച് തുടങ്ങാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ലാപ്പ് ജോയിൻറ്റ്. ലാപ്പ് ജോയിൻറ്റിൽ 2 തരമുണ്ട്, ചെയിൻ ടൈപ്പ് ഉണ്ട്, സിഗ്സാഗ് ടൈപ്പ് ഉണ്ട്. കണ്ടാ, ഇതാണ് സിഗ്സാഗ് ടൈപ്പ്. ഇതൊക്കെ ഇങ്ങനെ പോകുന്നതാണ് സിഗ്സാഗ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു റിവറ്റ് ഇവിടെ ഒരു വരി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ തൊട്ട് നേരല്ല അടിക്കുക, കുറച്ച് പുറകിൽ ഇവിടെ ആയിരിക്കും, പിന്നെ അടുത്തത് ഇവിടെ വരും, അടുത്തത് ഇതാ ഇവിടെ വരും, ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇത് ഫ്രണ്ട് വ്യൂ ആണ്, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ചെയിൻ ടൈപ്പ് എന്ന് പറയാം, ഇതിനെ സിഗ്സാഗ് എന്ന് പറയും. വരയ്ക്കണതെല്ലാം ഒരേ മെത്തേഡാണ്. അപ്പോൾ ഒരെണ്ണം മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മറ്റുള്ള ജസ്റ്റ് വ്യത്യാസങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ തന്നെ ചെയിൻ ടൈപ്പ് പറയുക. ചെയിൻ ടൈപ്പ് പറഞ്ഞാൽ നോർമൽ സാധാ വരയ്ക്കുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ് ചെയിൻ ടൈപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ വരച്ചു തുടങ്ങുക സെൻറ്റർ ലൈൻ വരച്ചിട്ട് ഇവിടെ സെൻറ്റർ ലൈൻ വരക്കും, ഇവിടെ സെൻറ്റർ ലൈൻ വരക്കും. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് ഒന്ന് ഓർത്ത് വെക്കുക. PT = 2D + 6. ഓക്കെ, 2D + 6 എന്നുള്ള, അതായത് ഡി കണ്ടിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക, അതിലേക്ക് 6 കൂട്ടുക. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 27 കിട്ടി, 27ൻ്റെ ഡബിൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് 54 എന്ന് കിട്ടും. 54ലേക്ക് 6 കൂടി കൂട്ടുമ്പോൾ എന്താണ് നമുക്ക് 60 എന്ന് കിട്ടും. അതായത് ഈ സെൻട്രൽ ലൈൻ തമ്മിലുള്ള ഗ്യാപ്പ് പറഞ്ഞാൽ 60, അതായത് 6 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ എന്ത് ചെയ്യും, നമ്മൾ 2 ലൈന് സെൻട്രൽ ലൈന് നീട്ടി വരയ്ക്കുക. എങ്ങനെ സെൻട്രൽ ലൈൻ വരയ്ക്കുക, ഒരു വലുത് ഒരു ചെറുത്, വലുത് ചെറുത് എന്നുള്ള രീതിയിൽ നീട്ടി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലേറ്റുകൾ എന്ത് ചെയ്യാം, ആദ്യം മാർക്ക് ചെയ്യാം. പ്ലേറ്റിൻ്റെ തിക്നെസ് 20 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പ്ലേറ്റ് വരയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ നീട്ടി ആദ്യം കണ്ട് എന്ത് ചെയ്യാം, നമുക്ക് 20 ഗ്യാപ്പിൽ എന്ത് ഇങ്ങനെ നീട്ടി അങ്ങോട്ട് വരക്കാം. പിന്നീട് ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി.
ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ സെൻട്രൽ ലൈനിൻ്റെ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഭാഗമാണ് 1.6D. ഇത് 1.6D ആണ്. അപ്പോൾ 1.6D പറയുമ്പോൾ ഡി തന്നിട്ടുണ്ട്, അതിന് 1.6 കൊണ്ട് കാൽക്കുലേറ്ററിൽ ഗുണിക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി ഇങ്ങോട്ടും പകുതി ഇങ്ങോട്ടും വെക്കുക. ഇനി മുകളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആ സ്നാപ്പിട്ട് നേരത്തെ പറഞ്ഞ പോലെ വരയ്ക്കുക. മുകളിലേക്ക് 0.7D. ഓക്കെ, 0.7D. ചിലപ്പോൾ നിങ്ങൾ 1.6D ഉള്ളത് ഇങ്ങോട്ട് 0.8D 0.8D ആയിരിക്കും. അത് തന്നെയാണ് ഈ 1.6D പറഞ്ഞാൽ 0.8ഉം 0.8ഉം കൂട്ടിയ 1.6 ആണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ശേഷം മുകളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ മുകളിലേക്ക് 0.7D എടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇത് വരച്ചു. ഇവിടെ എന്ത് ചെയ്യുക, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇതിൻ്റെ ബൈസെക്ടർ വരയ്ക്കുക. പകുതിയെ കൂടുതൽ കോമ്പസിലെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് വരയ്ക്കുക. ഇനി എന്ത് ചെയ്യും, നമ്മളിങ്ങനെ സെൻട്രൽ ലൈൻ വരയ്ക്കുമ്പോൾ അത് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. ഈ സെൻട്രൽ ലൈനുമായിട്ട് ഈ ലൈന് കൂട്ടിമുട്ടും. അവിടെ കോമ്പസ് കുത്തിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ആർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇത് നമുക്ക് ഒരെണ്ണം വരയ്ക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. ഇനി അടുത്തത് ഇവിടെ വരയ്ക്കാനൊന്നും ഈ പണിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കയ്യിൽ മിനി ഡ്രാഫ്റ്റർ ഉണ്ടാവും. ഈ പോയിൻ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഇത് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഹൈറ്റ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക, ആ ഹൈറ്റ് നമ്മളുടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുക. അത് നോക്കിയിട്ട് ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കിവിടെ ഈ ആർക്ക് വരയ്ക്കുക. ഇനി ഇവിടെ അതേപോലെ തന്നെ ഇവിടെ അത് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈ ഹൈറ്റ് അതേ ദൂരം എന്ത് ചെയ്യുക, ഇവിടുന്ന് മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ട് ഈ പോയിൻ്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ വരയ്ക്കുക. അതേപോലെ ഇവിടുത്തെ ഈ പോയിൻ്റ് ഇങ്ങോട്ട് മിനി ഡ്രാഫ്റ്റർ വെച്ച് നോക്കിയിട്ട് അവിടെ കോമ്പസ് കുത്തിയിട്ട് അത് വരയ്ക്കുക. അപ്പോൾ നമ്മൾ സ്നാപ്പിട്ട് വരച്ച് കഴിഞ്ഞു. ഇനി ഇതിന് അടിയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഈ ഡി ഉണ്ടാ, ഇത് ഡി ആണ്. അപ്പോൾ ഇത് ഡി എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഡി ആണ് ഉണ്ടാ, ഇതിൻ്റെ അടിയിലുള്ള ഗ്യാപ്പ്. അപ്പോൾ അത് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ഓക്കെ, അത് ഡി എത്രയാണ് 27 എന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പോൾ 27 എന്തെങ്കിലും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കൃത്യമായിട്ട് 27 പകുതിയൊക്കെ സ്കെയിലുമ്പോൾ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ 28 എടുത്തിട്ട് അതിൻ്റെ പകുതി 14 മാർക്ക് ചെയ്താലും മതി. അപ്പോൾ അതാ ഇവിടെ മുതൽ ഇതുവരെ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ അതാ ഈ ഒരു ബോക്സ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ റിവറ്റിൻ്റെ ഒരു എൻഡും ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എന്താ ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് കുറച്ച് നീട്ടി വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ളത്ര വരക്കാം. ഒരുപാട് നീട്ടണ്ട. ഒരുപാട് നീട്ടി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇവിടെ അതേപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ചും കൂടി നീട്ടുക. ഇനി ഈ ഒരു എൻഡ്, ഈ മുകളത്തെ ഈ പ്ലേറ്റിൻ്റെ ഈ എൻഡും അടിയത്തെ പ്ലേറ്റിൻ്റെ ഈ എൻഡിലും ഫിനിഷിങ് വേണം. അത് 10 ഡിഗ്രി ചെരിവിലാണ്. അപ്പോൾ നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 10 ഡിഗ്രി ചെരിവിൽ എന്ത് ചെയ്യുക, ഇത് വരച്ചിട്ട് ഇത് മാർക്ക് ചെയ്യും. ഓക്കെ, അവിടെ നിന്ന് അപ്പോൾ ഇതിൻ്റെ ഈ ഏത് മുതലാണ് ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 1.5D നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും 1.5D ആ ദൂരത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ, ഈ 10 ഡിഗ്രി. അതേപോലെ ഇവിടെ അങ്ങനെ തന്നെ അടിഭാഗത്തും 1.5Dയിലാണ് ഇവിടുത്തെ 10 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്ത് നമ്മളുടെ ഇത് കഴിഞ്ഞു. പിന്നെ നമ്മളിത് എന്ത് ചെയ്യുന്നത്, ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ 15 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ മാർക്കും ഈ ഒരു ഭാഗത്തിനായിരിക്കും. ഓക്കെ, ടോപ്പ് വ്യൂവിനെയും കാട്ടി. ഇനി നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണ്. ടോപ്പ് വ്യൂ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ട് ആദ്യ ലൈനുകളൊക്കെ എന്ത് ചെയ്യുക, അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് അതേപോലെ ഈ എൻഡിൽ നിന്ന് ഒക്കെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ആദ്യത്തെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതാ ഇതിൻ്റെ ഈ ഒരു വട്ടം കണ്ട, ഇതാണ് ഇതിൻ്റെ ഇവിടെ വരിക. ആ ഒരു ഇതിൽ എന്ത് ചെയ്യുക, ഈ സർക്കിൾ വരയ്ക്കുക. ആ ഒരു റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അങ്ങനത്തെ 6 വരയ്ക്കാണ്ട്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ തന്നെ ഒരൊറ്റ കോമ്പസിൽ എടുക്കുമ്പോൾ തന്നെ ഈ സർക്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ഇത് നമ്മൾ വരച്ചു ഇങ്ങനെ. ഇനി അടുത്തത് ഈ പുറത്ത് ഇതും അപ്പം തന്നെ വരച്ച് വെക്കുക. ഓക്കെ, ഈ ഗ്യാപ്പിൽ ഇവിടെ എടുത്തിട്ട് ഇനി അടുത്തത് ഇതിൻ്റെ വരെയുള്ള സെൻറ്റർ എന്ന് പറഞ്ഞാൽ 3D ആണ്. 3D പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ട് 81 ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, സ്കെയിലിൽ 81 mm മാറിയിട്ട്, അതായത് 8.1 സെൻറ്റിമീറ്റർ മാറിയിട്ട് എന്ത് ചെയ്യുക, അടുത്ത സർക്കിൾ ഇവിടെയും വരച്ച് വെക്കുക. ഓക്കെ, ഇവിടെ അതേപോലെ 81 മാറിയിട്ട് ഈ സർക്കിളും വരയ്ക്കുക. അപ്പോൾ നമ്മൾ ചിത്രത്തിൻ്റെ എന്താണ് ഒരു 95% കഴിഞ്ഞു, ഫിനിഷിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മളിത് മുകളിൽ നിന്നാണ് നോക്കുന്നത്. മുകളിൽ നിന്ന് നോക്കുകയാകുമ്പോൾ ഈ അടിയിലുള്ള ഈ ഒരു 10 ഡിഗ്രിയുടെ ചെരിവ് പറഞ്ഞാൽ കാണൂല. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഡോട്ടഡ് ലൈൻ ആക്കിയിട്ട് ഇങ്ങനെ വരക്കണം. കണ്ട, ഇങ്ങനെ വരച്ചു.
ഓക്കെ, ഈ ചെരിവ് എന്താണ് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും, തിക്ക് ലൈനായിട്ട് ഇവിടെ വരയ്ക്കും. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക, ഈ മുകളിലത്തെ പ്ലേറ്റും കണ്ടെടുത്തിട്ട് അത് ഇതിലേക്ക് ഫിനിഷ് ചെയ്യാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ നമ്മൾ സെറ്റ് പോലെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ പ്ലേറ്റ് കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ട് നമ്മളവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കാണിക്കുകയാണ്. അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം ആയി. ഇനി ഉള്ളത് ഈ ഡോട്ടഡ് സർക്കിൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് ഈ ഡോട്ടഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഈ ഡി കണ്ട, ഈ ഡി എന്നുള്ള ഇതിൻ്റെ ഈ ഡയമീറ്ററാണത്. അപ്പം എന്താ ചെയ്യുക, ഇതിൻ്റെ പകുതി ഇവിടുന്ന് സെൻറ്റർ ഇവിടെ കുത്തിയിട്ട് ഈ ദൂരം എടുത്താൽ മതി കോമ്പസിൽ. അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ഡോട്ടഡ് ആക്കിയിട്ട് വരയ്ക്കുക. കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഉള്ളിലിങ്ങനെ. ഓക്കെ, പക്ഷെ അതെന്തെങ്കിലും കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് അത് ഡോട്ടഡ് ആക്കി വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെയിൻ ടൈപ്പ്. ഇനി ഇതേപോലെ തന്നെയാണ് സിഗ്സാഗ്. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പി ഉണ്ട്, എം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാ സിഗ്സാഗിൻ്റെ ഫിഗർ ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകില്ല. നമുക്ക് തിക്നെസ് 12 തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഡി കണ്ടുപിടിക്കുക, അൺമീൻസ് ഇക്വേഷൻ വെച്ചിട്ട്. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ വരയ്ക്കുക. ഇതവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 2D ആണ്. മറ്റേ എന്തായിരുന്നു, 2D + 6 ആയിരുന്നു കേട്ടോ. ഇതിൽ 2D + 6 ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. ഇതിൽ 2D ആണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 1.5Dയിൽ ഇവിടെ ഫിനിഷ് ചെയ്യുക 10 ഡിഗ്രി. ഇവിടെ 10 ഡിഗ്രിയിൽ ഫിനിഷ് ചെയ്യുക. ഈ എൻഡ് ഫ്രീ ആക്കിയിടുക, ഈ എൻഡ് ഫ്രീ ആക്കിയിടുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടവർക്ക് ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ റിവറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, ആ സർക്കുലർ പോർഷന്, അതായത് ആ സിലിണ്ടറിക്കൽ പോർഷൻ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അടുത്ത റിവറ്റ് നമ്മൾ സിഗ്സാഗിൽ അടിക്കുമ്പോൾ നോക്ക്, ഒന്ന് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇതിൻ്റെ നേരെ ഇവിടെ അല്ല അടിക്കണം, നേരെ ഇവിടെ തന്നെയാണ് അടിക്കുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് കാണാൻ കഴിയും. പക്ഷേ ഇതെന്ത് ചെയ്യണേ, ഇതിൻ്റെ പുറകിലാണ്. അപ്പോൾ നമ്മളിത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ മെറ്റൽ പീസ് ആയിരിക്കും കാണുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണത്തിൻ്റെ എന്ത് ചെയ്യണേ, നമ്മളിവിടെ ഈ ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ട ഈ ഒരു ഹോള് ഇവിടെ കാണിക്കാത്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സിഗ്സാഗ് ആകുമ്പോൾ ഒരെണ്ണത്തിൽ അത് ഉണ്ടാവുള്ളൂ, മറ്റേൽ അത് ഉണ്ടാവില്ല. ആ കാര്യം ഒന്ന് ഓർമ്മയിലുണ്ടാവും. ഓക്കെ, ഇനി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ. പിന്നെ ഇതിൽ സിഗ്സാഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ ഈ ഇവിടെ ഒരു പി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡയമെൻഷൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇവിടെ എന്ത് ചെയ്യുക, പി ഉപയോഗിച്ചിട്ട് 3D ഉപയോഗിച്ചിട്ട് ഇത് മാർക്ക് ചെയ്യുക, ഇത് മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ എന്ത് ചെയ്യുക, ഇതിൻ്റെ രണ്ടിനും കറക്റ്റ് സെൻറ്റർ ഏതാ വെച്ചാൽ ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ സർക്കിൾ വരയ്ക്കുക, ഈ സർക്കിൾ വരയ്ക്കുക. നേരത്തെ അതേപോലെ തന്നെ ഇതൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വരച്ചിട്ട് ഇവിടെ വരച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗവും എന്ത് ചെയ്യാം, ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, സിഗ്സാഗ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് നോക്കി ഒരട്ടെങ്കിലും വരച്ചിട്ട് വേണം എക്സാം ആൾ കയറാൻ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ചിലപ്പോൾ ഒരെണ്ണം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് ജോയിൻ്റാണ് നോക്കുക, ലാബ് ജോയിൻ്റ് ആണോ നോക്കുക. ലാബ് ജോയിൻ്റ് ആണെങ്കിൽ അതിൽ 2 തരണ്ട്, എന്താണ്, നമ്മുടെ ചെയിൻ ടൈപ്പും സിഗ്സാഗ് ടൈപ്പും ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പാണെന്ന് എന്ത് ചെയ്യുക, ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണം വരച്ച് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ആ ഫിഗറിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവും. ഇനി നമുക്കടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ ഇതിന്ന് ചോദിക്കുക ബഡ് ജോയിൻ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ബഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളത്. ബഡ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഒരു പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ കാണിക്കാം, ഇതെങ്ങനെ ഒരു പ്ലേറ്റ്. ഓക്കെ, ഈ ഫിഗറിൽ തന്നെ കാണിക്കാമല്ലോ. ഇവിടെ നോക്കിക്കോളൂ, ഈ ഫിഗറിൽ നോക്കി. ഇപ്പോൾ ഇത് ബഡ് ജോയിൻ്റ് ആണ്, ഇത് രണ്ടും ബഡ് ജോയിൻ്റ് ആണ്. അപ്പോൾ ഇതൊരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റാണ്. ഓക്കെ, ഇതുവരെ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെ വേറൊരു പ്ലേറ്റാണ്. അപ്പോൾ ഈ 2 പ്ലേറ്റുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്ട്രാപ്പ് വെക്കണം. അപ്പോൾ നോക്ക്, ഇതിന് മുകളിൽ ഒരു സ്ട്രാപ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സിംഗിൾ സ്ട്രാപ്പ് ബഡ് ജോയിൻ്റ് എന്ന് പറയും. ഇനി ഇതൊരു പ്ലേറ്റ്, ഈ പ്ലേറ്റ് നടുക്കുള്ള ഈ പ്ലേറ്റും ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലും ഒരു സ്ട്രാപ്പ് വെക്കുന്നു, അതേപോലെ താഴെയും ഒരു സ്ട്രാപ്പ് വെക്കുക വിചാരിച്ചു. അപ്പോൾ അടിയിലും മുകളിലും സ്ട്രാപ്പ് വെച്ചാൽ അതിന് ഡബിൾ സ്ട്രാപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സിംഗിൾ സ്ട്രാപ്പും ഡബിൾ സ്ട്രാപ്പും. അപ്പോൾ ഏതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. ബട്ട് ജോയിൻ്റ് ആണ് കിട്ടണമെങ്കിൽ അതിലും 2 ഉണ്ട്, ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക. ഇനി എന്തെങ്കിലും അതേപോലെ ലാബ് ജോയിൻ്റ് ആണെങ്കിൽ ചെയിൻ ടൈപ്പാണോ സിഗ്സാഗ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് വരച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇതേപോലെ തന്നെ 10 തിക്നെസ് തന്നിക്കണം. ആദ്യം ഡി കാണുക, ആദ്യം പ്ലേറ്റ് ഇതാക്കുക. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ട്രാപ്പിനും പ്ലേറ്റിനും ഒരേ തിക്നെസ് ആവില്ല.
ഇവിടെ സ്ട്രാപ്പിൻ്റെ തിക്നെസ് ആണ് 1.125 D ആണ്. 1.125 T. ഓക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രാപ്പ് ആയതുകൊണ്ട് T1 എന്നാണ് കൊടുക്കുന്നത്. ഇനി ഇതിൽ പറഞ്ഞാൽ 2 സ്ട്രാപ്പ് ഉണ്ട്. ഈ 2 സ്ട്രാപ്പുകൾ എന്ന് പറയുമ്പോൾ ഒരേ തിക്നെസ് തന്നെയാണ്. അത് 0.8T ആണ് കേട്ടോ. അപ്പോൾ ഒരു സ്ട്രാപ്പ് ആകുമ്പോൾ ഈ പ്ലേറ്റിനെക്കാട്ടി ഒരു ജസ്റ്റ് കൂടുതലുള്ളൊരു സ്ട്രാപ്പാണ് വരിക. 2 ഡബിൾ സ്ട്രാപ്പ് ആകുമ്പോൾ എന്താ വെച്ചാൽ 0.8T ആണ്. അതായത് കുറച്ചൊരു ഒരു കുറവുള്ളതാണ്, കുറച്ച് കട്ടി കുറവായിരിക്കും ഡബിൾ സ്ട്രാപ്പ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ സ്ട്രാപ്പിൻ്റെ തിക്നെസ് ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക, സ്നാപ്പിഡ് വരയ്ക്കുക, ഇത് വരയ്ക്കുക, വരച്ചിട്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ നേരത്തെ ഒന്നിൽ 2D ആയിരുന്നു, ഒന്നിൽ 2D+6 ആയിരുന്നു. ചെയിനിൽ 2D+6, മറ്റേൽ 2D ആയിരുന്നു. ഇവിടെ എന്താണ് M+M, ഒരു എമ്മും ഒരു എമ്മും കൂട്ടി, അതായത് M എന്ന് പറഞ്ഞാൽ എന്താണ് 1.5D. അങ്ങനത്തെ 2 എണ്ണം കൂട്ടിയതാണ് എന്ത് ഇതിൻ്റെ സെൻട്രൽ ലൈനുകൾ തമ്മിലുള്ള ഈ സെൻട്രൽ ലൈനും ഈ സെൻട്രൽ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആദ്യം എന്തായാലും സെൻട്രൽ ലൈൻ വരച്ചാൽ നമ്മൾ തുടങ്ങാം. അപ്പോൾ സെൻട്രൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇതാ ഈ സെൻട്രൽ ലൈനും ഈ സെൻട്രൽ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ടോട്ടൽ എന്താണ് 1.5D കൂട്ടും, അതായത് 3D. 2 എമ്മുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഇവിടെ ഫിനിഷിങ് ഇവിടെയും ഇവിടെ നമ്മൾ ഫിനിഷിങ് കൊടുക്കുന്നത് വെച്ചാൽ സ്ട്രാപ്പിൻ്റെ 2 എൻഡുകളാണ് ഫിനിഷിങ് കൊടുക്കുക, 10 ഡിഗ്രിയുടെ ഫിനിഷിങ്. അപ്പോൾ അവിടേക്കും എന്ത് ചെയ്യണേ, ഇവിടെ നിന്ന് M ആണ്, ഇവിടെ നിന്ന് M. ഓക്കെ. അത് വെച്ചിട്ട് ഫിനിഷ് ചെയ്യുക. ഇതേപോലെ തന്നെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് P, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ഡബിൾ സ്ട്രാപ്പ് വരുമ്പോഴും സെൻട്രൽ ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 M ആണ്. ഓക്കെ. ഇവിടെ മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്, അത് 10 എന്ന് പറഞ്ഞിട്ട്. അവിടെ എന്താണ് ചെയ്തത്, അതേപോലെ തന്നെ അടിയിക്കും ചെയ്യുക. ഓക്കെ. പ്ലേറ്റിൻ്റെ തിക്നെസ് T ആണ്. ഇവിടുത്തെ സ്ട്രാപ്പിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 0.8T ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1.125T ആയിരുന്നു. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ അത് വരയ്ക്കുക. ബാക്കി അടിയിൽ എന്താണ് ഒരേ പ്രോസസ്സ് തന്നെ. അവിടെ നിങ്ങളുടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ചെരിവ് നമ്മൾ കാണും അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 2 ഭാഗത്തും തിക്നെസ്സാണ് വരുന്നത്. ഇതിലും കണ്ട ഇതും മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നതുകൊണ്ട് ഇവിടെ തിക്ക് ലൈനാണ് വരുന്നത്. മറ്റേ ഡോട്ടഡ് ലൈനായിരുന്നു. അതൊന്ന് അടിയിലായത് കൊണ്ടായിരുന്നു. അപ്പോൾ ഈ 4 ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 1 2 നമുക്ക് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. കാരണം അതല്ല വന്നത് എങ്കിൽ നമ്മളെന്ത് ചെയ്യും, നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഫിഗർ, ഇപ്പോൾ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ ഈ 4 അവസാനം പറഞ്ഞ ഈ 4 ഫിഗറിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യുന്നത് 15 മാർക്കിനുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് ആദ്യം ചോദ്യം വായിക്കുമ്പോൾ ലാപ്പാണോ ബട്ടാണോ നോക്കുക. ഇനി ലാപ്പാണെങ്കിൽ തന്നെ അതിൽ 2 എണ്ണം ഉണ്ട്, ചെയിൻ ടൈപ്പ് ഉണ്ട്, സിഗ്സാഗ് ടൈപ്പ് ഉണ്ട്. അത് ഏതാണെന്ന് നോക്കുക. ഓക്കെ. എന്നിട്ട് ഏതാ നോക്കിയിട്ട് വരച്ച് തുടങ്ങുക. ആദ്യം സെൻട്രൽ ലൈൻ വരച്ചിട്ട് തുടങ്ങുക. ഓക്കെ. അപ്പോൾ ചെയിൻ ആണെങ്കിൽ ഈ സെൻട്രൽ ലൈനുകൾക്കിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 2D+6 ആണ്. സിഗ്സാഗ് ആണെങ്കിൽ 2D ആണ്. അത് വരച്ച് തുടങ്ങും. ഓക്കെ. എന്നിട്ട് പിന്നെ തിക്നെസ് ഉപയോഗിച്ച് D കണ്ടുപിടിക്കുക. ഓക്കെ. D നമ്മൾ ആദ്യം കാണും. അപ്പോൾ നമുക്ക് 2D+6ഉം കാണാൻ കഴിയുള്ളൂ. പിന്നെ ബഡ് ജോയിൻ്റ് ആണ് കിട്ടണമെങ്കിൽ അതിൽ നോക്കുക, ബഡ് തന്നെ സിംഗിൾ സ്ട്രാപ്പാണോ വരുന്നത് ഡബിൾ സ്ട്രാപ്പാണോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഏതാ നോക്കിയിട്ട് ഇതിൽ ഏത് ഫിഗർ വെച്ചാൽ അത് വരയ്ക്കുക. ഓക്കെ. ഇതാണ് നമ്മുടെ 1ാമത്തെ മൊഡ്യൂൾ പറഞ്ഞാൽ. 1ാമത്തെ മൊഡ്യൂളിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ. ഇനി നമ്മൾ 2ാമത്തെ മൊഡ്യൂൾക്ക് പോകാം. 2ാമത്തെ മൊഡ്യൂൾ പറഞ്ഞാൽ ഇത്രയൊന്നുമില്ല, വളരെ എളുപ്പം. 2ാമത്തെ മൊഡ്യൂളും 4ാമത്തെ മൊഡ്യൂളും ഇവിടെയും 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക, 15 മാർക്ക്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ സർഫസ് റഫ്നെസ് വാല്യൂമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സർഫസ് റഫ്നെസ് വാല്യൂ ആകുമ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ റഫ്നെസ് വാല്യൂ ഇതെന്ത് ചെയ്യണം, ഈ ടേബിളിൽ ഈ സിമ്പിൾ വേണ്ട. ഓക്കെ. ഈ റഫ്നെസ്സിന് ഗ്രേഡ് നമ്പർ ഉണ്ട്. നമ്പർ പറയുമ്പോൾ N വെച്ച് തുടങ്ങുന്നത്. റഫ്നെസ് വാല്യൂ ഉണ്ട് RA. അതെന്ന് പറഞ്ഞാൽ ഇത് 50 എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ 12 വാല്യൂസ് ഉണ്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് കാണാതെ പഠിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്ങനെ ചെയ്യുക, അപ്പോൾ ഇവിടെ നോക്ക്, നിങ്ങൾ ആദ്യം 50 എന്നാണ് തുടങ്ങണമെന്ന് ഓർക്കുക. പിന്നെ 50ൻ്റെ നേരെ പകുതി 25, 25ൻ്റെ പകുതി 12.5, പിന്നീട് 12.5യുടെ പകുതിയാണ് കറക്റ്റ് നമുക്ക് കഴിയില്ല. ഇവിടെ മാത്രം ഒരു ചെറിയ മാറ്റമുള്ളൂ, 6.3. ഓക്കെ. ഇനി 6.3 പറയുമ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയാണ്, 6ൻ്റെ പകുതി 3, 3ൻ്റെ പകുതി 1.5, റൗണ്ട് ചെയ്തിട്ട് 3.2 ആക്കി.
പിന്നെ അങ്ങോട്ട് ഇന്ധനം വീണ്ടും എളുപ്പമാണ്, നേരെ പകുതി പകുതിയാക്കി പോവുക. അപ്പോൾ ഇവിടെ മാത്രം എന്ത് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ 12ൻ്റെ പകുതി എത്രയാണ്? 6.5ൻ്റെ പകുതി 6.25 വരിക. അപ്പോഴത്തേന് അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് 6.3 ആക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ 3.2ൻ്റെ പകുതി 1.6, അതിൻ്റെ പകുതി 0.8, അതിൻ്റെ പകുതി 0.4, അതിൻ്റെ 0.20, പിന്നെ 0.10, പിന്നെ 0.05, 0.025, ഇങ്ങനെ 12 വിലകളുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ഓർഡറിൽ പഠിച്ച് വെക്കുക. ഇനി ഇപ്പുറത്തെ വാല്യൂ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്കിത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ റെഫ് സൈഡിൽ വേണമെങ്കിൽ ഇത് അപ്പം തന്നെ എന്ത് ചെയ്യും, ഓർത്ത് വെച്ച് എഴുതി വെക്കാം. പിന്നെ നേരെ ഇതിൽ നോക്കിയിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുന്ന് 12 തുടങ്ങും. 12, 11, 10, 9, 8, 7 ഇങ്ങനെ നേരെ കുറച്ച് വരിക, N1 അവസാനിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് 3 ഫിഗറാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. ആ 3 ഫിഗറിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 3 എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് എങ്ങനെയാണ് നോക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചോദ്യത്തിൽ തരുന്ന ഫിഗർ അതേപോലെ പകർത്തി നീറ്റായിട്ട് വരച്ച് വെക്കുക. ഫുൾ ഡയമെൻഷൻ അതിലുണ്ടാവും. അതേപോലെ എന്തെങ്കിലും അളവെടുത്ത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പകുതി മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറ്. സാധാരണ വരുന്ന 3 ക്വസ്റ്റ്യനാണുള്ളത്. ഈ 3 ക്വസ്റ്റ്യനേ വരുള്ളൂ കേട്ടോ. ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. ഇനി ഇവിടെ നോക്കൂ, ഇത് ക്വസ്റ്റ്യൻ ഒന്നും ഞാൻ വായിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക. നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഓരോ സർഫസുകൾ മാർക്ക് ചെയ്യണം. 1, 2, 3 കണ്ട ഓരോ സർഫസിനുള്ള ഗ്രേഡ് വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ ഫിഗർ ആദ്യം കോപ്പി ചെയ്തിട്ട് ഇതേപോലെ വരയ്ക്കുക. അതിലിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 40 ± ഒക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ ഇതേപോലെ എഴുതിയാൽ മതി. ഇവിടെ എടുക്കുമ്പോൾ 40 തന്നെ എടുത്ത് വരച്ചാൽ മതി കേട്ടോ. ഇവിടെ 40 തന്നെ എടുത്ത് വരയ്ക്കുക. എഴുതുമ്പോൾ ഇതേപോലെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഇതേപോലെ വരച്ചിട്ട് ഈ ഡയമെൻഷൻ ഇതേപോലെ കോപ്പി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ഇനി നോക്ക്, നിങ്ങൾ ഓരോ സർഫസിലും ഇപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതായത് ഇപ്പോൾ ഇതിൽ 1 എന്ന് പറഞ്ഞ സർഫസ് ഇതാ, 1 പറഞ്ഞ സർഫസ് ഇതാണ് അല്ലേ. 1 പറഞ്ഞ സർഫസ് ഈ സർഫസാണ്. 2 എന്ന് പറഞ്ഞത് ഇതാ ഈ സർഫസാണ്. 3 എന്ന് പറഞ്ഞത് ഇതാ ഈ സർഫസാണ്. അപ്പോൾ അവിടെ വരുന്ന എന്താണ്, ഗ്രേഡ് നമ്പർ മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ 1 പറഞ്ഞിട്ട് 1.6. അങ്ങോട്ട് നോക്ക് നിങ്ങൾ, ഒരെണ്ണം അതിൽ നിന്ന് എടുത്ത് കാണിക്കും. 1.6ൻ്റെ വില ഏതാ, N7. അപ്പോൾ എന്താണ്, അതിൻ്റെ ഗ്രേഡ് നമ്പർ മാർക്ക് ചെയ്യണം. അപ്പോൾ ഗ്രേഡ് നമ്പർ മാർക്ക് ചെയ്യണം എങ്ങനെ നോക്കുക, ഇങ്ങനെ ഒരു ടിക്ക് ഇട്ടിട്ടാണ് മാർക്ക് ചെയ്യുക. ഗ്രേഡ് നമ്പർ ഇങ്ങനെ ടിക്ക് ഇട്ടിട്ട് അതിൻ്റെ മേലെ വരയ്ക്കുക. അതിന് നേരെ ഹൊറിസോണ്ടലായിട്ട് N7 എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓരോ വാല്യൂവിനും ഇവിടെ N5 ആണ് വരുന്നത്. ഇവിടെ എന്താണ് ഈ സർഫസിന് കാണിച്ചിരിക്കുന്ന കറക്റ്റ് വില N10ൻ്റെ ഏതാ വെച്ചാൽ അത് നോക്കുക, അതിനനുസരിച്ചായിരിക്കും. ഓക്കെ, സർഫസ് 3 എന്ന് പറയുമ്പോൾ കണ്ട 12.5ൻ്റെ വില N10 ആണ്. ഓക്കെ, ഇനി അടുത്ത് 4 എന്ന് പറഞ്ഞത് ഈ സർഫസ്, ആ സർഫസിൻ്റെ 6.3. ആ ടേബിളിൽ നോക്കിയാൽ കാണും 6.3ന് N9 ആണ് ഉണ്ടാവും. അപ്പോൾ ഈ 7ൽ അതവിടെ N9 കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഓരോ സർഫസിലുള്ളതിന് മാത്രം എന്ത് ചെയ്യുക, കറക്റ്റ് എടുത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ അത് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ടിക്ക് ഇടുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്യാവൂ. ഇങ്ങനെ ചെയ്തത് തെറ്റാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യുക, കറക്റ്റ് എന്ത് ചെയ്യുക, സ്കെയിൽ വെച്ച് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതിങ്ങനെ വരയ്ക്കുക. അതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ വരച്ച് ഓരോന്നിന് കറസ്പോണ്ടിങ് വാല്യൂ ഏതാ വരുന്നത് വെച്ചാൽ ആ ടേബിളിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് N വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് എന്ത് ചെയ്യണേ, നമുക്ക് അതിന് ഫുൾ മാർക്കും കിട്ടും. വളരെ നീറ്റായിട്ട് വരച്ചതിന് വേറെ ഒന്നും ഞാൻ പറയാനില്ല കേട്ടോ. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ വലിയ സെൻറ്റൻസും ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നീറ്റായിട്ട് വരച്ച് നോക്കുക. ഇതിൽ ഓരോ സർഫസ് തന്നിട്ടുണ്ട്. സർഫസ് എ എന്ന് പറഞ്ഞ 0.8 ആണ്. ബിയും സിയും 3.2 ആണ്. സർഫസ് അതർ ദാൻ എ ബി സി, എയും ബിയും സിയും അല്ലാത്തടത്ത് എന്താണ് തന്നിരിക്കുന്നത്, 6.3 ആണ്. ഓക്കെ, എന്നിട്ട് എന്താ പറയണത്, ലേറ്റർ ദ സർഫസ് എ ഈസ് ടു ബി ക്രോമിയം പ്ലേറ്റഡ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം, ക്രോമിയം പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ റഫ്നെസ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചോദ്യം, കോപ്പി ദ ഗിവൺ ഫിഗർ. താഴെ തന്നിരിക്കുന്ന ചിത്രം എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, അതേപോലെ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, റെഫറൻസ് യൂസിങ് ഗ്രേഡ് നമ്പർ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്താ ഈ ചിത്രങ്ങൾ അതേപോലെ ഈ ഡയമെൻഷനിൽ എടുത്തിട്ട് വരയ്ക്കുക. ഇതിലെല്ലാ ഡയമെൻഷനും ഉണ്ട്. ഇനി എവിടെയെങ്കിലും ഒരു ഡയമെൻഷനൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അസ്യൂം ചെയ്ത് വരയ്ക്കുക. ചെറിയ ഡയമെൻഷനൊക്കെ മിസ്സിങ് ഉണ്ടാവും. ഇനി അതിൻ്റെ ആൻസർ നോക്ക് നിങ്ങൾ. ആൻസർ എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ സർഫസിൽ 0.8. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറഞ്ഞ സർഫസ് എവിടെയാണ്, ഇതാണ്.
എന്ന് പറഞ്ഞ സർഫസ് 0.8 ആണ്. 0.8ന് കറസ്പോണ്ടിങ് വില N6 ആണ്. അപ്പോൾ നമ്മൾ N6 ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇനി വേറൊരു പ്രോസസ്സും കൂടി വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, ആ സർഫസ് ഒന്ന് ഇങ്ങോട്ട് നീട്ടിയിട്ട് അവിടെ N6 മാർക്ക് ചെയ്തു. കാരണം 0.6ൻ്റെ വില അല്ല 0.8ൻ്റെ വില N6 ആണ്. ഇനി അടുത്തത് ബിയിലും സിയിലും 3.2. ഓക്കെ, ബിയിലും സിയിലും 3.2. അപ്പോൾ ഏതാണ് ബി? ഇതാ ബി എന്ന് പറഞ്ഞ സർഫസ് ഇതാണ്. സി എന്ന് പറഞ്ഞ സർഫസ് ഇവിടെയാണ്. അപ്പോൾ ബിയിലും സിയിലും, ഇപ്പോൾ ബി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വര വരച്ചു, എന്നിട്ട് നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണേ, N8 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ അത് തന്നെയാണ്, N8 തന്നെയാണ്, അതെടുത്ത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഇനി അതർ ദാൻ എന്താണ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എയും ബിയും സീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇനി അതല്ലാത്ത കുറേ സർഫസുകളില്ലേ, ഇപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്. ഇപ്പോൾ ഈ സർഫസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഈ സർഫസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഈ സർഫസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്ത കുറേ സർഫസുകളുണ്ടല്ലോ, അവിടെയൊക്കെ എന്താണ് 6.3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6.3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില N9 ആണ്. അപ്പോൾ അങ്ങനെ കുറേ സർഫസിൽ ഒരു വാല്യൂ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, ആ ഫിഗറിന് പുറത്തേക്ക് മേലൊക്കെ ആയിട്ട് കൊടുന്ന് മാർക്ക് ചെയ്യാം. ഏതാണ് വാല്യൂ വെച്ചാൽ അത് കണ്ട് എടുത്ത് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു ടിക്ക് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അതിനർത്ഥം എന്താണ്, പറയാത്ത സർഫസിലൊക്കെ ഇനി ഇതാണ് വില. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു 95% എന്ത് ചെയ്തു, നമ്മൾ ഈ ക്വസ്റ്റിന് ആൻസർ ഏകദേശം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യുള്ളത്, ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ സർഫസിൽ എന്താണ് ക്രോമിയം പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ക്രോമിയം പ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ എന്ന് പറഞ്ഞ സർഫസ് മാർക്ക് ചെയ്യും. അവിടെ ക്രോമിയം പ്ലേറ്റ് അടിച്ചത് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക, നമ്മൾ സെൻട്രൽ ലൈൻ പോലെ ഡാഷ് ഒരു വലുത് ഒരു ചെറുത് ഒരു വലുത് ഒരു ചെറുത് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുമ്പോൾ ക്രോമിയം പ്ലേറ്റഡ് അവിടെ കാണിക്കും. എന്നിട്ട് എന്തെങ്കിലും ക്രോമിയം പ്ലേറ്റ് ഇത് ഫിനിഷിങ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ക്രോമിയം പ്ലേറ്റ് അടിച്ചിട്ട് എന്തെങ്കിലും ഒരു ടിക്ക് ഇടുന്നു, അതിൻ്റെ മേലെ ക്രോമിയം പ്ലേറ്റഡ് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. ഇതിങ്ങനെ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ആകെ 3-4 കാര്യങ്ങളല്ലേ മാർക്ക് ചെയ്യാനുള്ളൂ. ബാക്കി ഈ ചിത്രത്തിൻ്റെ അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നതാണ്. ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതേപോലെ ഇവിടെ ഉണ്ട്, ക്രോമിയം പ്ലേറ്റഡ് ഉണ്ട്. ഈ കാര്യം ഇത്ര ആകെ പഠിക്കാനുള്ളൂ. അതേപോലെ ഇതും അതൊന്ന് ഓർത്ത് വെക്കുക. ഇതിങ്ങനെ മനസ്സിലാക്കി പഠിക്കാനാണ് ഏറ്റവും എളുപ്പം. ഇല്ലെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ 3 ഫിഗറിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുക, ഈ മൂന്നാമത്തെ ചിത്രം ഇതേപോലെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ കുറേ സർഫസ് ഉണ്ട്. ഇപ്പോൾ ABCD ഇതായിട്ട് സ്മോൾ ലെറ്റർ തന്നിട്ടുണ്ട്. എയിൽ എന്താണ് 12.5, ഓക്കെ, മറ്റേത് 0.8, 1.6, 6.3. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഫിഗർ റീഡ്രോ ചെയ്തിട്ട് ഇതിൽ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ സാധനം എന്താണ്, എ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എന്താ പറയുക, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ, കുറേ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതിനെ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് അതിന് ആൻസർ വരുന്നത്. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രോസസ്സും കൂടി പറയുന്നുണ്ട്. ടേണിങ് ആണ് എയിൽ, ബിയിൽ ഗ്രൈൻഡിങ് ആണ്, അതേപോലെ സിയിൽ എന്താണ് റീമിങ് ആണ്, ഡിയിൽ ബോറിങ് ആണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ പ്രോസസ്സും കൂടി ഒന്നവിടെ എഴുതണം. കണ്ടോ, ഓരോ സർഫസ് ഏതൊക്കെ ഇപ്പോൾ 2 അടുത്തടുത്ത് വരേണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക, എന്നിട്ട് നീട്ടി വരച്ചിട്ട് എന്താ 6.3 ബോറിങ്. ഓക്കെ, 12 ഇവിടെ ഗ്രേഡ് നമ്പറിൽ എഴുതാൻ പറഞ്ഞാലേ N വെച്ച് എഴുതുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ആ വാല്യൂ തന്നെയാണ് എഴുതുക. ഈ ചോദ്യത്തിൽ നോക്ക് എന്താണ്, റീഡ്രോ ദ ഗിവൺ ഫിഗർ ഇൻഡിക്കേറ്റ് ദ ആക്ച്വൽ സർഫസ് റഫ്നെസ് വാല്യൂ എന്നാണ് ചോദിച്ചിരുന്നത്. വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ N വെച്ച് എഴുതാൻ പോകരുത്, നമ്പർ ചോദിച്ചാൽ N വെച്ച് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ അത് വെച്ച് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ കിട്ടും ഓരോന്നിൽ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്നത് എ എന്ന് പറഞ്ഞപ്പോൾ ആ ചിത്രത്തിൽ എ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നില്ലേ, 1 2 3 4 കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഉള്ളതിന് എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇങ്ങോട്ട് മാറ്റി എഴുതുക, കൂടുതലുള്ളതിന് പുറത്തേക്ക് മാറ്റി എഴുതുക. ഓക്കെ, അത് എന്നിട്ട് എന്ത് ചെയ്യുക, ഏതാണെന്ന് വെച്ചാൽ അത് എടുത്ത് എഴുതിയിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ ടിക്ക് ഇട്ടേക്കുക. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എഴുതുക. ഇവിടെ നോക്കി ഏതാണെന്ന് വെച്ചാൽ ഓരോ സർഫസ് നോക്കിയിട്ട് ഈ രൂപത്തിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഈ ഫിഗർ അതേപോലെ നോക്കി വരച്ചിട്ട് അളവൊക്കെ ഉണ്ട്, ഫുൾ അളവുണ്ട്, അത് നോക്കി വരയ്ക്കുക. എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ ആ ഗ്രേഡ് വാല്യൂ ചെയ്ത്. അപ്പോൾ ഈ 3 ഫിഗറിൽ ഏതെങ്കിലും ഒരെണ്ണം 15 മാർക്കിനുണ്ടാവും. വളരെ എളുപ്പമാണ്. ആ ഗ്രേഡ് നമ്പറിൻ്റെ ആ ബോക്സ് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, ഈ 3 ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. കാരണം ആ തന്ന ഫിഗർ അതേപോലെ കോപ്പി ചെയ്താൽ തന്നെ പകുതി മാർക്ക് കിട്ടും. വളരെ എളുപ്പം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മെഷീൻ ഡ്രോയിങ് സിമ്പിളായിട്ട് പാസ്സാവാൻ കഴിയും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാമത്തെ മൊഡ്യൂളാണ്. 3ാമത്തെ മൊഡ്യൂളിനെ സംബന്ധിച്ച് 3ാമത്തെ മൊഡ്യൂൾ പറയുമ്പോൾ
മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ വലിയൊരു ഫിഗറാണ് വരക്കാണ്ടാവുക. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നത്, അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം 15 മാർക്കിൻ്റെ നാലാമത്തെ മൊഡ്യൂൾ പറഞ്ഞിട്ട് മൂന്നത്തെ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അത് നിങ്ങൾ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്രത്തോളം വരക്കാനുള്ള ഒരു കഴിവുണ്ട്, നീറ്റായിട്ട് ഒരു ഇത് ഒബ്സർവ് ചെയ്ത് വരക്കാനുള്ള ആ ഒരു കഴിവിനനുസരിച്ച് തന്നെ. അതായത് ഫിക്സഡ് ഫിഗർ തന്നെയാണ്, സ്ഥിരം വരുന്ന ഫിഗർ തന്നെ സിലബസ് പറഞ്ഞാൽ അതന്നെ വരുള്ളൂ, പുതിയ ഫിഗർ വരില്ല. പക്ഷേ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് വരക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ മൂന്നാണ് ഈ കാണിച്ചിരിക്കണതൊക്കെ. അതിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം. നമുക്ക് 4 പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കാം. അപ്പോൾ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് ടോളറൻസ് എന്നൊക്കെ ബന്ധപ്പെട്ട ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിലൊന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ സിലബസിൽ 4 ഫിഗർ പറയുന്നുണ്ട്. അതിൽ ഒരു ഫിഗർ കുറച്ച് ബുദ്ധിമുട്ടുള്ള, നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്, അതിൽ കുറേ കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആ ഫിഗർ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി 3 ഫിഗർ ഉണ്ട്. ഈ 3 ഫിഗറിൽ എന്തായാലും ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ എന്തെങ്കിലും നോക്കാതെ ഒരിക്കലും പോകരുത്, ഇതൊന്ന് ജസ്റ്റ് വരച്ച് നോക്കിയിട്ടേ പോകാവൂ. ഇതിൽ നമ്മളിപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ ചെയ്ത് അതേപോലെ തന്നെ ഒരു ഫിഗർ തരും, അത് അതേപോലെ പകർത്തി വരയ്ക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യണം, അതേപോലെ പകുതി കിട്ടും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ തന്നുള്ളത്, സ്ലോട്ടഡ് നെറ്റിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ ഈ ഫിഗർ ഇതേപോലെ വരയ്ക്കണം. ഇനി ഇതിലെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ്നെസ്, സർക്കുലാരിറ്റി ഓരോന്നിൻ്റെ കുറച്ച് സിമ്പിളുകൾ ജസ്റ്റ് ഓർത്ത് വെക്കണം. സർക്കുലാരിറ്റി, അതേപോലെ സിലിണ്ടറിസിറ്റി, പിന്നെ പെർപെൻഡിക്കുലർ, പാരലലിസം ഓഫ് എ ലൈന്, ഓക്കെ. പിന്നെന്താണ്, കൊയാക്സിറ്റി ഓഫ് ആക്സിസ്, പിന്നെ സർക്കുലർ റൺ ഔട്ട് റേഡിയൽ. ഇങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇത് തന്നിട്ടുണ്ട് അളവ് D1 D2 ഇതൊക്കെ ഇത് തന്നിട്ട് D3 H അതൊക്കെ ഇവിടെ കാണുന്നുണ്ടാവും. അത് അളവുകളൊക്കെ എന്ത് ചെയ്യുക, അളവ് എടുത്തിട്ട് ഈ ചിത്രം ഇതേപോലെ വരയ്ക്കുക. ഓക്കെ. എവിടെയെങ്കിലും ഒരു അളവ് മിസ്സിങ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അസ്യൂം ചെയ്ത് വരയ്ക്കുക. അത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പറയുന്നുണ്ടാവും. എന്തെങ്കിലും മിസ്സിങ് ആണെങ്കിൽ അസ്യൂം ചെയ്ത് വരയ്ക്കുക. ഓക്കെ. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്, അതെന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്യാണ് വേണ്ടത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് ഫേസ് ഓഫ് ദ നെറ്റ് ആർ പാരലൽ വിത്ത് ജിയോമെട്രിക്കൽ ടോളറൻസ് 0.008, ഓക്കെ, സോറി 0.002, ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാരലൽ എന്നാണ്. പാരലൽ എന്ന് പറയുമ്പോൾ നോക്കുക, അപ്പോൾ അതിൻ്റെ സിമ്പിൾ അറിഞ്ഞിരിക്കുക. അതാണ് നിങ്ങൾ സിമ്പിൾ കുറച്ച് അറിഞ്ഞിരിക്കുന്നതാണ്. പാരലലിൻ്റെ സിമ്പിൾ ഇതാണ്, അത് ഓർത്ത് വെച്ചോളൂ. പാരലൽ എന്ന് പറഞ്ഞാൽ 2 വര ഇങ്ങനെ വരയ്ക്കുന്നതാണ് പാരലൽ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക. ഇതിലിങ്ങനെ എന്ത് ചെയ്യുന്നത്, ഒരു ഡാറ്റം ആക്സിസ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നത് കൂടുതൽ പറയാൻ പോകണില്ല. അത് എവിടെ വരിക നിങ്ങൾ എന്ത് ചെയ്യുക, ഫിഗറിലൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഒരു ഡാറ്റം ആക്സിസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഡാറ്റം ആക്സിസ് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ തിക്കാക്കിയിട്ട് വരയ്ക്കുന്നതാണ് ഡാറ്റം ആക്സിസ് കേട്ടോ. അതേപോലെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻഡ് ഫേസ് പറയുമ്പോൾ. അപ്പോൾ ഈ എൻഡ് ഫേസിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ബോക്സ് വരയ്ക്കുക. ആ ബോക്സിൽ എന്ത് ചെയ്യുക, പാരലലാണെന്ന് അറിയിക്കാനുള്ള പാരലലിൻ്റെ സിമ്പിൾ എടുക്കുക. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണേ, അവിടെ ടോളറൻസ് എത്ര വെച്ചാൽ അത് പുറത്തെ ബോക്സിൽ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പറഞ്ഞ എന്താണ്, ഇതിൽ രണ്ടാമത്തെ കണ്ടീഷൻ, ഡാറ്റ മാക്സ് ഓഫ് നെറ്റ് വിച്ച് ടോളറൻസ് പ്രൈമറി കണ്ടീഷൻ ഷുഡ് ബി കണ്ടെയ്ൻഡ് ഇൻ ദ സിലിണ്ടറിക്കൽ സോൺ ഓഫ് എ ഡയമീറ്റർ 0.2 mm കൊയാക്സിയൽ വിത്ത് ഡാറ്റം. കൊയാക്സിയൽ ഏതാണ്, കൊയാക്സിയലിൻ്റെ സിമ്പിൾ ഇതാ, കൊയാക്സിയൽ വിത്ത് ഡാറ്റം. ഇതിൽ 2 എന്ന് കാണിച്ചിരിക്കുന്ന ഇതുണ്ടോ, ഇതാ 2 എന്ന് കാണിച്ചിരിക്കുന്നത് ഇതെന്താണ്, ഈ ഒരു ഭാഗം, ഓക്കെ, ഈ ഒരു ഭാഗം. അപ്പോൾ അവിടെ ഇതാ അതിൻ്റെ ഇതെടുത്തിട്ട് എന്ത് ചെയ്യണേ, ഇവിടെ കൊയാക്സിയൽ വിത്ത് എന്താണ് ഡാറ്റ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് ചെറുതാക്കട്ടെ. ഇതാ സിലിണ്ടറിക്കൽ സോണിൽ ഓഫ് എ ഡയമീറ്റർ 0.2 mm കൊയാക്സിയൽ വിത്ത് ഡാറ്റം. ഓക്കെ. ഡാറ്റവുമായിട്ട് എന്താണ്, കൊയാക്സിയൽ, ഓക്കെ. കൊയാക്സിയലിൻ്റെ സിമ്പിൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ ടോളറൻസ് വരുന്നത് ഡയമീറ്റർ. ഇവിടെ നോക്ക്, എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എ ഇല്ല, ഇവിടെ എ ഉണ്ട്. എ എന്ന് പറയുമ്പോൾ അതിലെന്താണ്, ആ സെൻറ്റൻസിൽ നമ്മളെ ആക്സിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. കൊയാക്സിയൽ വിത്ത് ഷുഡ് കണ്ടെയ്ൻ ഇൻ ദ സിലിണ്ടറിക്കൽ സോൺ ഓഫ് ഡയമീറ്റർ ടോളറൻസ് ഓഫ് ഇമേജ് കണക്ട് വിത്ത് ഡാറ്റം ആക്സിസ് ഓഫ് ദ നെറ്റ് കേട്ടോ. ആക്സിസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എ എന്ന് കൊടുക്കുക. ഓക്കെ.
അപ്പോൾ അവിടെ എന്നുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവണില്ലെങ്കിൽ ഇതാ ഇവിടെ 1 2 3 4 ഈ 4 കാര്യങ്ങൾ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ളൂ. അത് അങ്ങനെ തന്നെ അവിടെ വരച്ച് പഠിച്ചു വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെങ്കിൽ ഓക്കെ, ഇതിങ്ങനെ തന്നെ ഈ ഫിഗർ ഈ അളവ് തന്നെ വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് വരിക. ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പറഞ്ഞതാണ് ബോത്ത് ദ എൻഡ് ഫേസ് ഓഫ് ദ നെറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ. കണ്ടോ, പെർപെൻഡിക്കുലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്. ഓക്കെ, ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ഉണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ സിമ്പിൾ അതിൻ്റെ ടോളറൻസ് പറഞ്ഞിരിക്കുന്നത് 0.02 ആണ്. ഇപ്പോൾ 0.02 ആദ്യ സിമ്പിൾ, പിന്നെ ടോളറൻസ് വാല്യൂ, പിന്നെ ആക്സിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ ഇതാ ഇവിടെ എന്തെങ്കിലും ഡാറ്റം ആക്സിസ് കാണിക്കാൻ വേണ്ടി നമ്മളിത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1 2 3 4 ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യണേ, ആ തന്ന ഫിഗർ ബാക്കിയൊക്കെ അതിലുള്ളത് തന്നെയാണ്. അത് വരച്ച് കഴിഞ്ഞാൽ എന്തായി, നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഓക്കെ, ഇനി ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു ഫിഗറാണ് അടുത്തത് തന്നിരിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, പക്ഷേ ഈ ഫിഗർ എന്ത് ചെയ്യുക, ഇതേപോലെ നോക്കി വരയ്ക്കുക. ഓക്കെ, ഇതേപോലെ അളവെടുത്തിട്ട് നോക്കി വരയ്ക്കുക. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് സർഫസ് 1. ഏതൊക്കെയാണ് സർഫസ് 1 നോക്കി വെച്ചോളി. ഇതാണ് സർഫസ് 1. വേണ്ട, സർഫസ് 1 മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ്. സർഫസ് 1ൽ എന്താ പറഞ്ഞത്, ഷുഡ് ഹാവ് റേഡിയൽ റൺഔട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് റേഡിയൽ റൺഔട്ടിൻ്റെ സിമ്പിൾ ഇതാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0.8 ആണ് അവിടെ ടോളറൻസ് പറഞ്ഞിരിക്കുന്നത്. ടു ദ ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് എ കൊടുത്തു. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ ആൾസോ ദ സർഫസ് ഷുഡ് കണ്ടെയ്ൻസ് ബിറ്റ്വീൻ 2 പാരലൽ പ്ലെയിൻസ്. 2 പാരലൽ പ്ലെയിൻസിൻ്റെ രണ്ടെണ്ണം അതാണ്. 2 പാരലൽ പ്ലെയിൻസിൻ്റെ ഇടയിൽ അറിയുമ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. പാരലൽ പ്ലെയിൻസിൻ്റെ രണ്ടെണ്ണത്തിനിടയിൽ ഒക്കെ 2 പാരലൽ പ്ലെയിൻസ് ഇങ്ങനെ അതേപോലെ ഇങ്ങനെ 2 പാരലൽ പ്ലെയിൻസ് പറയുമ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, 2 പാരലൽ പ്ലെയിൻസ് അവിടെ 0.08 ഉണ്ട്. അവിടെ എ ഇല്ല, കാരണം എന്താ, ഇവിടെ കണ്ട ഈ സെൻറ്റൻസ് രണ്ടാമത്തെ പറഞ്ഞില്ല, ആക്സിസിനെ കുറിച്ച് പറയണില്ല. അപ്പോൾ നമ്മൾ എ എഴുതാൻ പാടില്ല. ഓക്കെ, ഇനി സർഫസ് 1 and 2 ഷുഡ് പാരലൽ ടു ഈച്ച് അതർ വിത്ത് പാരലലിസം ടോളറൻസ് 0.004. കണ്ട, ഇതാണ് സർഫസ് 1 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തത്. അതേപോലെ സർഫസ് 2, ഈ സർഫസ് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളത് ഇതാ. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഡാറ്റം ആക്സിസ് എടുത്തിട്ട് ഇവിടെയാണ് ഡാറ്റം ആക്സിസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക, രണ്ടും കൂടി ചേർന്നിട്ട് പറഞ്ഞേ പാരലലിസം ടോളറൻസ് ഓഫ് 0.004. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സർഫസ് 3. ഏതാ സർഫസ് 3? ഇതാ സർഫസ് 3 എവിടെ? ഇതാ സർഫസ് 3 ഇതാ ഇവിടെ ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ സർഫസ് 3 ഇതാ ഇവിടെ നിന്ന് എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കേണ്ടത്, ഹാവിങ് ജോമെട്രിക്കൽ സർക്കുലാരിറ്റി. ഞാൻ പറഞ്ഞു സർക്കുലാരിറ്റിൻ്റെ സിമ്പിൾ എന്താ, ഒരു വട്ടം, അതിൻ്റെ ടോളറൻസ് 0.003. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അതേപോലെ സിലിണ്ടറിസിറ്റി ടോളറൻസ്, സിലിണ്ടറിസിറ്റിൻ്റെ എങ്ങനെയാണ്, ഒരു വട്ടം വരച്ചിട്ട് ഇങ്ങോട്ടും ഓരോ വര കേട്ടോ. അതൊക്കെ കൃത്യമായിട്ട് സ്കെയില് പ്രോ സർക്കിൾ വെച്ച് വട്ടം വരയ്ക്കുക. അതേപോലെ എന്ത് ചെയ്യുക, സ്കെയിലൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുക. വെറുതെ നിസ്സാരമാക്കി കൊണ്ട് മാർക്കുകൾ ഇത് നീറ്റായിട്ട് വരച്ച് എഴുതുക. കാരണം നമുക്കിതിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ 0.03 മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതായി. ഇനി അടുത്ത എന്താ പറയുന്നത്, സർഫസ് 4 എന്നതായി ഇവിടെയാണ്. ഞാൻ മേലത്തെ ഫിഗർ എടുക്കണില്ല, നിങ്ങൾക്ക് ഇതാ ഇവിടെ ഉണ്ടോ, ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എന്താണ് സർഫസ് 4ൽ എന്തൊക്കെയാണ് പറഞ്ഞത്, റേഡിയൽ റൺഔട്ട്. അപ്പോൾ എന്തൊക്കെയാണ് റേഡിയൽ റൺഔട്ട് പറയുമ്പോൾ ഈ സിമ്പിൾ, അതിൻ്റെ ടോളറൻസ് ആണ്ടൊക്കെ റേഡിയൽ റൺഔട്ട് 0.8 വിത്ത് റെസ്പെക്റ്റ് ടു ദ ആക്സിസ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് ഉണ്ട്. ഓക്കെ, അടുത്തെന്താണ് സർക്കുലാരിറ്റി ടോളറൻസ്, സർക്കുലാരിറ്റിൻ്റെ റൗണ്ട് അതിൻ്റെ ടോളറൻസ് 0.03 ആൻഡ് സിലിണ്ടറിസിറ്റി. അവിടെ 3 കാര്യം പറഞ്ഞിട്ട് സിലിണ്ടറിസിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെത് 0.03. ഇതിന് രണ്ടിനും ആക്സിസ് പറയാത്തതുകൊണ്ട് എ ഇല്ല, ആക്സിസ് പറഞ്ഞതുകൊണ്ട് ഇതിന് എ ഉണ്ട്. അപ്പോൾ ഇവിടെ 1 2 3 എന്താ ഇവിടെ ഡാറ്റ ആക്സിസും ഇത് 5. ഈ 5 കാര്യങ്ങളും കൂടി എന്ത് ചെയ്യാം, ഇതിൽ മാർക്ക് ചെയ്താൽ ഇതാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ സിമ്പലുകൾ ഓർത്ത് വെക്കുക. ഇതിൽ രണ്ടാമത്തെ മൊഡ്യൂളാണെങ്കിൽ എന്താണ് ഗ്രേഡ് നമ്പർ, ഗ്രേഡ് വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചാൽ ആ 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഇതിൽ കുറച്ചൊരു വരക്കാൻ കുറച്ചും കൂടി ഒരു ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനും അതേപോലെ ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യന് അതേപോലെ ഈ ക്വസ്റ്റ്യനൊക്കെ വരണമെങ്കിൽ നിങ്ങൾ ആ കാണിച്ച് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ആ പ്രോബ്ലം ചെയ്യുക കേട്ടോ. ഓക്കെ,
ഏതാണ് നിങ്ങൾക്ക് എളുപ്പച്ചാൽ അത് നോക്കിയിട്ട് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫിഗർ ഇതേപോലെ ഈ ഡയമെൻഷനൊക്കെ വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും വരയ്ക്കാനതോ കിട്ടാത്തുണ്ടെങ്കിൽ അതിനനുസരിച്ച് അസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ എന്ത് ചെയ്യാം, വരയ്ക്കുക. എന്നിട്ട് ഇതിന് ഇതാ സ്ലിപ്പ് പുഷാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഫിനിഷ് ദ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സിലിണ്ടറിക്കൽ സർഫസ് റഫ്നെസ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് റഫ്നെസ് വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ പറഞ്ഞ ആ ബോക്സ് ഗ്രേഡ് നമ്പറിൻ്റെ ഒക്കെ വരുന്നത് എന്നൊക്കെ വരുന്നത് അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ 30 ഡയമീറ്റർ 42 വരുന്നത്, ഇവിടെ 30 42 വരുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം അവിടെ എന്ത് ചെയ്യുന്നത് പോയിൻ്റ് സിലിണ്ടറിക്കൽ സർഫസ് ഓഫ് റഫ്നെസ് വാല്യൂ 0.8 എന്താണ് 0.8ൻ്റെത്. ഓക്കെ, 0.8 മൈക്രോമീറ്ററിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം മറ്റേതിൽ നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ഇതിൽ ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്ക്, അതായത് 30ൻ്റെയും 42ൻ്റെയും വരുന്ന ഭാഗം കണ്ടാ, 30ൻ്റെയും 42ൻ്റെയും വരുന്ന ഭാഗത്ത് എന്താണ് പറഞ്ഞത് നമ്മളുടെ 0.8 മൈക്രോമീറ്ററാണ്. ഓക്കെ, അതല്ലാത്തടത്തെല്ലാം 6.3 ആണ്. അപ്പോൾ 6.3 അതല്ലാത്തടത്തെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാത്തടത്തെല്ലാം 6.3ൻ്റെ N9 ആണ്. ഓക്കെ, ഇന്നൊരു ബ്രാക്കറ്റിൽ എന്താണ് നേരത്തെ നമ്മൾ ടിക്ക് ആട്ടിരുന്നു, ഇവിടെ N6 എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് N6 പറയാത്തിടത്തെല്ലാം N9 ആണ്. ഓക്കെ, അതായത് 0.8 പറയാത്തിടത്തെല്ലാം 6.3 ആണെന്നാണ് അർത്ഥം, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ബാക്കി എന്തെങ്കിലും പറഞ്ഞ സ്ഥലത്ത് എന്ത് ഇവിടെ N6 അല്ലേ, ഇതാണ് 30ൻ്റെ ആ ഒരു സർക്കിളിൻ്റെ ഭാഗം, ഇതാണ് 42ൻ്റെ ആ സർക്കിളിൻ്റെ ഭാഗം, അവിടെ N6 മാർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താണ് അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്, ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ ബുഷ് ഷുഡ് ഹാവ് അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻ. അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനും ഉണ്ട്. അതായത് അപ്പർ ഡീവിയേഷനാണ് നമ്മളെപ്പോഴും മുകളിൽ എഴുതുക, ലോവർ ഡീവിയേഷന് താഴെ എഴുതുക. അപ്പോൾ ഈ 30ൻ്റെ അപ്പർ ഡീവിയേഷൻ എന്ത് ചെയ്യുക, ഇവിടെ പ്ലസ് ഇട്ടിട്ട് എഴുതുക, അതേപോലെ ലോവർ ഡീവിയേഷൻ അതിൻ്റെ താഴെ പ്ലസ് ഇട്ടിട്ട് എഴുതുക. ഓക്കെ, അത് തന്നിട്ടുണ്ട്, അത് അതേപോലെ എടുത്ത് അവിടെ എഴുതുക. പിന്നെന്താണ് പിന്നെ വൈൽ ദ റെസ്പെക്റ്റീവ്ലി വൈൽ ദ ഔട്ട്സൈഡ് ഡയമീറ്റർ ആസ് H6, ഔട്ട്സൈഡ് ഡയമീറ്റർ 42ൻ്റെ കൂടെ H6 കൂടെ ചേർത്ത് എഴുതുക. ഓക്കെ, ഇനി ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദ ബുഷ് ഷുഡ് ഹാവ് കോൺസെൻട്രിസിറ്റി ടോളറൻസ് ഓഫ് എ 0.02 mm വിത്ത് ആക്സസ് ഓഫ് ദ സിലിണ്ടർ ഹോൾഡ് ഡയമീറ്റർ 30. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറഞ്ഞാൽ അതാ 30ൻ്റെ ഇതും ഇവിടെ ഇതും തമ്മിലുള്ള എന്താ പറയുക, ബുഷ് ഷുഡ് ഹാവ് കോൺസെൻട്രിക് സോളറിറ്റി. ഇതാ കോൺസെൻട്രിസിറ്റിൻ്റെ എന്താണ് ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ വേറൊരു വട്ടം വരച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക ടോളറൻസ് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഈ തന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 3 ഫിഗറാണ് 4ാമത്തെ മൊഡ്യൂളിന് എന്തായാലും ഇതിൽ ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഫിഗർ ഈ 3 ഫിഗറിൽ ഏതെങ്കിലും പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ വരയ്ക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ഫിഗറിലും 3-4 സെക്ഷൻ ഭാഗങ്ങളുള്ളത്, അത് എന്തൊക്കെ വരിക എന്നുള്ളത് എന്ത് ചെയ്യുക, ഇതേ ചോദ്യം തന്നെയാണ് വരിക. നിങ്ങൾ എന്ത് ചെയ്യുക പറ്റില്ലെങ്കിൽ ബൈ ഹാർട്ടെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡ്രോയിങ് വരച്ചിട്ട് ഇങ്ങനെ 15 മാർക്ക് കൂടെ സ്കോർ ചെയ്യും. നമ്മൾ മൊഡ്യൂൾ 1 15 മാർക്ക്, മൊഡ്യൂൾ എന്താ പറയുക 2 നിന്ന് 15 മാർക്ക്, മൊഡ്യൂൾ 4 നിന്ന് 15 മാർക്കിൻ്റെ പഠിച്ചു. ഇനി നമുക്ക് മൊഡ്യൂൾ 3 6 ചിത്രങ്ങളാണ് പറയണത്. ഓക്കെ, അത്യാവശ്യം വലിപ്പമുള്ള ഫിഗറാണ്. അപ്പോൾ 6 ഫിഗർ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ചെയ്യണേ നമ്മളുടെ ഓരോ സെക്ഷനും ഓരോ പാർട്സൊക്കെ ആയിട്ടാണ് തരിക. അത് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഫിഗറുകൾ വരയ്ക്കണം കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇതിലിപ്പോൾ നമ്മൾ കൂടുതലൊന്നും പ്രത്യേകിച്ച് ഓരോന്നും പറയുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോ ലെങ്ത് ആവും. പിന്നെ അത് എക്സാമിന് പാസ്സാവാൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ കൂടുതൽ ഈ ഫിഗറുമേൽ ഫോക്കസ് ചെയ്യുന്നില്ല. മറ്റേ 15 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലിപ്പോൾ ഒന്ന് വരുന്നത് നെക്കിൾ ജോയിൻറ്റ്. 6 ഫിഗറിൽ 5 ഫിഗർ അവിടെ കാണിച്ചിട്ടുള്ളൂ. ഒരു ഫിഗർ എന്ത് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, നല്ല ബുദ്ധിമുട്ടുള്ള ഒരെണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഔട്ടർ സ്ട്രക്ചറും എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അളവുകളൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇതാണ് തരിക, ഈ ബോക്സ് ഇതുമാണ് തരിക. ഓക്കെ, ഐറ്റം ലിസ്റ്റ് ഇതും. അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ ഫോർക്ക് ആൻഡ് മൈൽഡ് സ്റ്റീലിൻ്റെത്
പിന്നെ ടാപ്പർ പിന്നെ കോളർ പിന്നെ ഐ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഐറ്റം 1 2 3 4 എന്നിട്ടിട്ട് ഇവിടെ 1 2 3 കാണുന്നുണ്ട് നിങ്ങൾ. ഓരോ ഭാഗങ്ങൾ ഇതാണ് എന്ത് ചെയ്യുന്നത് 1 2 3 ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണേ ഈ ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ 2 ഡയമെൻഷനൽ വ്യൂ വരയ്ക്കാനാണ്. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുക, അതിലിപ്പോൾ ഓരോ ഡയമീറ്റർ ഇതാ നമുക്ക് ഈ പുറത്ത് നിൽക്കുന്ന ഈ ഷാഫ്റ്റ് ഇതിൻ്റെ ഒക്കെ ഡയമീറ്റർ എന്തെയ്യണേ അല്ല ലെങ്ത് ഒന്നും ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല, അതൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് വരയ്ക്കണം. അതേപോലെ ഇങ്ങോട്ടുള്ള ഈ ഷാഫ്റ്റ് അപ്പോൾ അതിൻ്റെ ഡയമീറ്ററൊക്കെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആദ്യം സെൻട്രൽ ലൈൻ ഇവിടെ വരയ്ക്കും. ഇവിടെ സെൻട്രൽ ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യണേ മുകളിലേക്ക് ഓരോ അളവുകളും അളവെടുത്തെടുത്തെടുത്ത് എന്ത് ചെയ്യണം സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങനെ വരച്ച് പോരുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ആണെങ്കിൽ യൂട്യൂബിലും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്യണില്ല, കാരണം നമ്മളെ വീഡിയോ ഇപ്പോൾ തന്നെ 1 മണിക്കൂറിൻ്റെ അടുത്താവാനായി. ഇനി എന്തായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സാമിൻ്റെ സമയത്ത് അത് കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എന്ത് ചെയ്യുക, സ്ട്രക്ചറിനെ കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാവണം. ഔട്ടർ സ്ട്രക്ചർ ചെയ്താൽ വരിക, ഏതൊക്കെ ഡയമെൻഷനെ വരിക, റഫായിട്ടെങ്കിലും ഒരു വട്ടം വരച്ച് നോക്കണം, അല്ലെങ്കിൽ പരീക്ഷ കറക്റ്റ് ഡയമെൻഷൻ എടുത്തിട്ട് വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതെന്താണ് സൈഡ് വ്യൂ, അതേപോലെ ഇതതിൻ്റെ ടോപ്പ് വ്യൂ കേട്ടോ. ചിലപ്പോൾ 3 ഉണ്ടാവും, 30 മാർക്കിനാണ്. അപ്പോൾ ഇതിനൊരു ചിലപ്പോൾ 15 മാർക്കൊക്കെ കയറാം, ഇതിന് 5 മാർക്ക്, ഇതിന് 10 മാർക്ക്, ആ രീതിയിലായിരിക്കും. അപ്പോൾ ഡയമെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതിൽ T1 T2 എന്നൊക്കെ പറഞ്ഞ ഡയമെൻഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക, ഇപ്പോൾ ഡയമീറ്റർ 36, ഇവിടെ ഡയമീറ്റർ 28 ഇങ്ങനെ തന്നിട്ടുള്ള ഈ ഡയമെൻഷൻ 96 ഇങ്ങനെ ഈ ഡയമെൻഷന് ചെയ്യുക. ഓക്കെ, ഇത് ടെക്സ്റ്റിൽ നിന്ന് എടുത്ത ഫിഗറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഒന്നെങ്കിൽ നെക്കൽ ജോയിൻറ്റ്, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ഇപ്പോൾ ഈ മൊഡ്യൂളിൽ ഏറ്റവും സിമ്പിൾ ഉള്ളത് ഇതാണ്. സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വരയ്ക്കാൻ നോക്കുക. ഇത് വരയ്ക്കാം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഔട്ടർ ബോക്സ് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കണം എങ്ങനെയാണ് ഔട്ടർ ബോക്സ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വരച്ച് അളവ് നോക്കി കൊണ്ടുവന്ന് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഔട്ടർ വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫിനിഷ് ചെയ്ത് പോവുക. അപ്പോൾ ഇതിൻ്റെ അളവ് ഇതാ അവിടെ ഈ കീൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ കീൻ്റെ ഒരു ചെരിവ് ഉണ്ടാവും ഇവിടെ, എന്താണ് കീയുടെ ഈ കീൻ്റെ എന്താ പറയുക, എന്താ പറയുക ഈ ക്വാർട്ടറിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ട് കണ്ട, ഈ സ്ലോപ്പൊക്കെ. ആ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ അതാ 1/24 അതൊക്കെ ആ രീതിയിൽ എന്ത് ചെയ്യുക എടുത്ത് വരയ്ക്കാൻ നോക്കുക. ഓക്കെ, ഒരു ഭാഗത്ത് എന്താണ് നേരെ സ്ട്രൈറ്റാണ്, ഒരു ഭാഗത്തെ ഈ സ്ലോപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഇത് ഓരോന്നും അളവെടുത്ത് വരയ്ക്കുക. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ അതേപോലെ സെക്ഷൻ ചെയ്ത ഹാഫ് വ്യൂവും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും എന്ത് ചെയ്യുക വരയ്ക്കുക. അപ്പോൾ ഈ ഫിഗർ ഉണ്ടെങ്കിൽ മാക്സിമം ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഇതിലൊക്കെ ഔട്ടർ സ്ട്രക്ചറിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊരു ധാരണ വേണം. വരച്ചെന്നൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും വരച്ചിട്ട് എക്സാമുകൾ കയറാൻ പാടുള്ളൂ. റഫായിട്ടെങ്കിലും ഫുൾ അളവെടുത്ത് വരച്ചില്ലെങ്കിലും എക്സാമുകൾ കയറണമെങ്കിൽ റഫായിട്ടൊന്ന് ഔട്ടർ സ്ട്രക്ചർ എല്ലാ ഡയമെൻഷൻസും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഭാഗം ഇവിടെ നിന്ന് കിട്ടിയത് ആ ഫിഗറിൽ നോക്കിയിട്ട് ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ട് എക്സാമുകൾ കയറാവും. ഓക്കെ, ഇനി അടുത്തതുള്ളതെന്ന് വെച്ചാൽ സ്റ്റെഫിംഗ് ബോക്സ് ഇതേപോലെ ഇങ്ങനെ ഓരോരോ പാർട്സുകൾ തരും സ്റ്റെഫിംഗ് ബോക്സ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ പാർട്സ് ഇതിൻ്റെ മേലെ ഈ പാർട്സ് വരും, അതിൻ്റെ ഉള്ളിലാണ് ഈ സാധനം വരിക. അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ കൂടെ ഈ ഷാഫ്റ്റ് പോവും. പിന്നെ ഇവിടെ ഈ ഹോളുണ്ട്, ഈ ഹോളിൽ കൂടി എന്താണ് ഈ ഒരു നമ്മളുടെ എന്താണ് സ്റ്റഡ് പോവും, അതിൻ്റെ മേലെ നെറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫിഗർ കണ്ട, ഇതാണ് ഫിഗർ വരിക. അപ്പോൾ ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഇതതിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വരക്കാനുണ്ടാവും. ടോപ്പ് വ്യൂ വലിയ ബുദ്ധിമുട്ടില്ല, ഫ്രണ്ട് വ്യൂ ഇതും വരക്കുമ്പോൾ ഇതേപോലെ ഈ പറഞ്ഞ പോലെ ഓരോ ഹൈറ്റുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ വരച്ച് ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതാണ് അപ്പോൾ സ്റ്റെഫിംഗ് ബോക്സ്. വേറെ എന്നുള്ളത് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പിൽ പറയുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രൊട്ടക്റ്റഡും അൺപ്രൊട്ടക്റ്റഡ് ഉണ്ട്. നിങ്ങളെ സിലബസിലുള്ളത് മെക്കാനിക്കലിനുള്ളത് അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇതെന്താണ് ഈ രണ്ടും മെയിലും ഫീമെയിലും അതേപോലെ എന്താണ് ഇത് ജോയിൻ ചെയ്യുന്നത് ഇവിടെ ഈ ഹോളിൽ കൂടി എന്താണ് നമ്മളുടെ നെട്ടും ബോൾട്ടും ഇടും. അതേപോലെ ഇവിടെ ഒരു കീ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു കീ ഉണ്ട്. ഈ കാര്യമൊക്കെ ഓർമ്മയിൽ വേണം. അപ്പോൾ ഇതാണ് ഇതിങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടില്ല അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഉള്ള സൈഡ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞാൽ ഈ ഒരു അളവ് തന്നെയാണ് ഈ സർക്കിൾ എടുത്തിട്ട് വരക്കേണ്ടത്. ഇത് വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഫിഗർ എന്ന് ഓരോ അളവും കറക്റ്റ് എടുത്തിട്ട് വരയ്ക്കുക. ഇതിൽ പുറത്തേക്കുള്ള ഷാഫ്റ്റിൻ്റെ ലെങ്ത് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഒരു 20 mm ഒക്കെ എടുത്തിട്ട് വരയ്ക്കുക കേട്ടോ. തരാൻ സാധ്യതയില്ല, നമ്മൾ അസ്യൂം ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ ഒരു ഫിഗറും കൂടി ഇതിൽ വരുന്നത് പ്ലംബർ ബ്ലോക്കാണ്.
പ്ലംബർ ബ്ലോക്കാണെങ്കിൽ കുറച്ച് ഉള്ളിൽ ഇപ്പോൾ ഏറ്റവും വലുത്. അപ്പോൾ പ്ലംബർ ബ്ലോക്കും പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് വരയ്ക്കാൻ നോക്കുക. ഇനി അതൊന്നുമില്ല, പ്ലംബർ ബ്ലോക്കും നമുക്ക് അറിയാത്തൊരു ഫിഗർ ഉണ്ടല്ലോ ഇതിലുള്ള നമ്മൾ ഒഴിവാക്കിയത്, അതായത് മെഷീൻ വൈസാണ്, അതാണ് വരുന്നത് എങ്കിൽ പ്ലംബർ ബ്ലോക്ക് വരയ്ക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ഇത് സൈഡ് വ്യൂ, ഇത് ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇത് ഓരോ പാർട്സുകൾ നോക്കിയിട്ട് അവിടെ കറക്റ്റ് ഉണ്ട്. ഓരോന്ന് അളവെടുത്തിട്ട് ആദ്യം ഔട്ടർ സ്ട്രക്ചർ ഇതാ ഇങ്ങനെ വരയ്ക്കുക, പിന്നെ റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഔട്ടർ സ്ട്രക്ചർ വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഓരോ കർവ് ഓരോ കാര്യങ്ങൾ വരച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് പറയാനാകുമ്പോൾ ഒരു ഫിഗർ പറയാൻ തന്നെ ചിലപ്പോൾ നമുക്ക് 1.5-3 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ എക്സാമിനോടനുബന്ധിച്ചുള്ള റിവിഷനിൽ ഇത് നടക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഔട്ടർ സ്ട്രക്ചർ ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നമുക്ക് പിന്നെ ഫിനിഷ് ചെയ്യാൻ കഴിയും. ഈ ഔട്ടർ സ്ട്രക്ചറുകളും അതേപോലെ മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എക്സാമുകൾ കയറുക. അങ്ങനെയാണെങ്കിൽ 30 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുവിധം ഒരു ഷേപ്പും ഫിനിഷിങ്ങും ഒക്കെ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 15-20 മാർക്ക് അങ്ങനെ സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ 30 മാർക്ക് കിട്ടുന്നവരെന്ന് അത്രയും നല്ല രീതിയിൽ വരച്ച് പഠിച്ചവരായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പാസ്സാവണം എന്നുള്ളവർ എന്ത് ചെയ്യുക, അതൊന്ന് എല്ലാ ഫിഗറിൻ്റെ ഒരു ഔട്ടർ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക എന്നുള്ളൊരു ധാരണ നല്ലപോലെ ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോയുടെ അടുത്തുണ്ടെന്ന് കരുതിയിട്ട് എന്തെങ്കിലും കാണാതിരിക്കരുത്. കാര്യങ്ങളൊക്കെ ശരിക്കും എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മെഷീൻ ഡ്രോയിങ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക.